കർത്താവിന് മഹത്വം. നെഹമ്യാവിൻ്റെ പുസ്തകം അടിസ്ഥാനമാക്കി യഥാസ്ഥാപനം എന്ന വിഷയം കർത്താവിൻ്റെ ദാസൻ സാജു മാത്യു എടുക്കുന്ന ക്ലാസുകൾ പഠിക്കുവാൻ മാത്രമല്ല, ജീവിതത്തിൽ അത് പകർത്തുവാനും മറ്റുള്ളവരെ അത് പരിശീലിപ്പിക്കുവാനുമുള്ള സമർപ്പണത്തോടും കർത്താവെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സന്ദർഭം കർത്താവ് ഒരുക്കി തന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായ ഒരു പഠനം എന്ന നിലയിൽ ഈ ക്ലാസ് തുടർമാനമായി തന്നെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. എന്നാൽ അതേസമയം ഒരു ചരിത്ര പഠനം എന്ന നിലയിൽ മാത്രം ഇതിനെ നമ്മൾ കാണരുത്. 2000 നെഹമ്യാവിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട് ഞാൻ ആഗ്രഹിച്ച് ഒരു ക്ലാസ് എടുക്കുന്നത്. അന്ന് മുതൽ നെഹമ്യ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. ഞാൻ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് എടുത്ത ക്ലാസ്സുകൾ പലപ്പോഴും വ്യക്തിപരമായി യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളരുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ നെഹമ്യ എന്ന് പറയുന്നത് നെഹമ്യയുടെ പുസ്തകത്തിൽ ഓഫ് കോഴ്സ് അതിനകത്ത് തീർച്ചയായിട്ടും വ്യക്തിപരമായ കാര്യങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നുവെങ്കിലും ഒരു സഭയുമായി ബന്ധപ്പെട്ട് ഒരു സഭ എന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ ചർച്ച് എന്നുള്ള നിലയിൽ മാത്രമല്ല, ആഗമനമായ സഭയും ലോക്കൽ സഭയും ഉൾപ്പെടെയുള്ള സഭ ദൈവത്തിൻ്റെ സന്നിധിയിൽ സഭയെക്കുറിച്ച് നമുക്കുള്ള കൺസേൺ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് എന്ന നിലയിലാണ് എടുക്കുന്നത്. അത് വ്യക്തി എന്ന നിലയിലും നമ്മുടെ ജീവിതത്തിനൊരു വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ കാരണമായി തീരണമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. ഇത് അറ്റൻഡ് ചെയ്ത ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നെഹമ്യാവിനെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി പോയത്, അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ഇങ്ങനെ നമ്മളെക്കുറിച്ചായി പറയുന്നത് മുഴുവനെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചരിത്ര പഠനം എന്ന നിലയിൽ അതിനെ കാണുകയല്ല. വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗങ്ങളും ഏത് വ്യക്തികളും അത് നമ്മെ ബന്ധിപ്പിച്ച് പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെ പിന്നെ അതിനകത്ത് കാര്യം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് തന്നെയാണ്. 40-ാം സങ്കീർത്തനത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വേദഭാഗമാണ് 40-ാം സങ്കീർത്തനത്തിൽ. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ: ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഈ ഭാഗം ഞാൻ അതിനെ വിശദമായിട്ട് നോക്കി. ഇതിൻ്റെ ആ കൺസ്ട്രക്ഷനിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ഹരണയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല, അത് ഒരുമിച്ച് വരുന്നതാണ്. അതിന് ശേഷം പറയുകയാണ്, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വ്യക്തി ദാവീദ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഹനനയാഗത്തെക്കുറിച്ചും ഹോമയാഗത്തെക്കുറിച്ചും ഭോജനയാഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ സമാഗമന കൂടാരത്തെക്കുറിച്ചും മോശയെക്കുറിച്ചും അഹരോനെക്കുറിച്ചും പുറപ്പാടിനെക്കുറിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങളാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വായിച്ചാലും അങ്ങനെ നമ്മൾ കാണത്തുള്ളൂ. എന്നാൽ ഇടയ്ക്കൊരു കാര്യം സംഭവിക്കുകയാണ്. ദൈവം അവൻ്റെ ചെവിയെ തുളച്ചു കഴിഞ്ഞപ്പോൾ, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഇതുവരെ ഇത് തലേ കിടന്ന് കളിച്ചതേ ഉള്ളൂ. ഇപ്പോൾ എവിടെയാണ്? ഉള്ളിലോട്ട് കയറി. ന്യായപ്രമാണം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ, അതായത് എന്തുകൊണ്ടാണ് ചെവി തുളച്ചകത്ത് കയറിയപ്പോഴാണ്, ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന്. അതുവരെ ചിന്തിച്ചത് എന്തൊക്കെയാണ്? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഹനനയാഗത്തെക്കുറിച്ചും ഭോജനയാഗത്തെക്കുറിച്ചും പാപയാഗത്തെക്കുറിച്ചും അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മോശയെക്കുറിച്ചും അഹരോനെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും ലോത്തിനെക്കുറിച്ചും ഒക്കെയാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ദൈവം ചെവി തുളച്ച് ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ഇത് എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം ചെവി തുളച്ച് ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ്. അതുകൊണ്ട് നെഹമ്യാവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് നെഹമ്യാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടെ വായിച്ച് ഒരു കഥ വായിക്കുന്ന സുഖത്തിൽ വായിച്ചു പോകുന്നതിന് പകരം അത് എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം ഉണ്ടാകും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിനൊരു വ്യതിയാനം ഉണ്ടാകാൻ വേണ്ടിയാണ്, ഒരു രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ആത്മീയതയുടെ ഒരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രൂപാന്തരമില്ലാത്ത ഒരു വചനധ്യാനത്തിലാണ് നമ്മൾ പലപ്പോഴും
അത്രയും താല്പര്യമൊക്കെ ഉള്ളൂ. ദൈവം നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷേ അത്ര ആഴത്തിൽ വേണോ എന്ന് ചോദിച്ചാൽ അത് വേണ്ട. ഇംഗ്ലീഷിലൊരു കവിത $3 worth God എന്ന് പറഞ്ഞ ഒരു കവിത ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു കവിത, അമേരിക്കൻ പശ്ചാത്തലത്തിലുള്ളൊരു കവിതയാണ്. അവിടെ സാധാരണ സ്വോത്രാഴ്ച ഇടുന്ന $3. അപ്പോൾ അതുകൊണ്ടാണ് ഈ $3 worth God. അപ്പം ഞാൻ $3 സ്വോത്രാഴ്ച ഇട്ടേക്കാം, അല്ലെങ്കിൽ $3 സ്വോത്രാഴ്ച ഇട്ടേക്കാം. ഐ വുഡ് ലൈക്ക് ടു ബൈ എ $3 worth God. ഞാനൊരു $3 worth $3 വിലയുള്ള ഒരു ദൈവത്തെ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നു. പ്ലീസ്, നോട്ട് ഇനഫ് ടു എക്സ്പ്ലോർട്ട് മൈ സോൾ ഓർ ഡിസ്റ്റർബ് മൈ സ്ലീപ്പ്, ബട്ട് ജസ്റ്റ് ഇനഫ് ടു ഈക്വൽ എ കപ്പ് ഓഫ് വാം മിൽക്ക് ഓർ എ സ്നൂസ് ഇൻ ദ സൺഷൈൻ. എനിക്ക് എന്തിനാ ദൈവത്തെ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എന്നെ പിടിച്ചങ്ങ് പൊട്ടിക്കുന്ന, എൻ്റെ ജീവിതത്തെ അങ്ങ് മാറ്റിമറിക്കുന്ന, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന അങ്ങനെ ദൈവത്തെ ഒന്നും വേണ്ട. പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരം ഒരു ഗ്ലാസ് ചൂടുപാല് കുടിച്ചാൽ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അല്ലെങ്കിൽ രാവിലെ നല്ല തണുപ്പത്ത് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആ ചൂട് വെയിലിൽ നമുക്കൊരു മയക്കം ഉണ്ടാകുന്നുണ്ടല്ലോ, അത്രയുമൊക്കെ സുഖം തരുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണം. പക്ഷേ ആ ദൈവം ഒത്തിരി പ്രവർത്തിച്ച് എന്നെ അങ്ങ് എന്ത് ചെയ്യാൻ പാടില്ല, എന്നെ അങ്ങ് എക്സ്പ്ലോഡ് ചെയ്യുകയും അല്ലെങ്കിൽ എന്നെ അങ്ങ് തകർക്കുകയും എന്നെ രൂപാന്തരപ്പെടുത്തുകയും അതൊന്നും ചെയ്യാൻ പാടില്ല. I don't want enough of him who make me love a black man or pick beads with the migrant. എൻ്റെ അടുത്ത് താമസിക്കുന്ന കറുത്ത വർഗ്ഗക്കാരനെ സ്നേഹിക്കാനും ഇമിഗ്രൻസ് ആയിട്ടുള്ള മറ്റ് നാട്ടുകാരോട് ചേർന്ന് സഹകരിക്കാനും ഒക്കെ എന്നോട് പറയുന്ന ദൈവത്തെ എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് സുഖം തരുന്ന ഒരു ദൈവത്തെ. ഐ വോണ്ട് എക്സ്റ്റസി, നോട്ട് ട്രാൻസ്ഫർമേഷൻ. എനിക്ക് ആവശ്യമുള്ളത് എക്സ്റ്റസിയാണ്. എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പാട്ട് പാടി ആരാധിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സുഖം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അന്യഭാഷ ഉൾപ്പെടെയുള്ള എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള അതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ട്രാൻസ്ഫർമേഷൻ്റെ, രൂപാന്തരീകരണത്തിൻ്റെ കാര്യമൊന്നും എന്നോട് പറയരുത്. ഐ വോണ്ട് ദ വാംത്ത് ഓഫ് എ വൂംബ്, നോട്ട് ന്യൂ ബർത്ത്. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ആ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴുള്ള ആ ഒരു സുഖസുഷുപ്തി എനിക്ക് ആവശ്യമുണ്ട്. പക്ഷേ വീണ്ടും ജനിച്ച് ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലേക്ക് എടുത്തു ചാടി ദൈവത്തെ പ്രതിഫലിപ്പിക്കാനൊന്നും എന്നോട് പറയരുത്. ഐ വോണ്ട് എ പൗണ്ട് ഓഫ് ഇറ്റേണൽ ഇൻ എ പേപ്പർ സാക്ക്. ഐ വുഡ് ലൈക്ക് ടു ബൈ എ $3 worth God. ഐ വോണ്ട് എ പൗണ്ട് ഓഫ് ഇറ്റേണൽ ഇൻ എ പേപ്പർ ബാഗ്. സ്വർഗത്തിൽ എനിക്കൊരു ചെറിയ ഒരു ഒരു സീറ്റും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വേണം. പക്ഷേ അതിൽ കൂടുതലൊന്നും എനിക്ക് ആവശ്യമില്ല. ബട്ട് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വേണ്ട, എനിക്ക് രൂപാന്തരം വേണ്ട, പക്ഷേ സ്വർഗത്തിലൊരു സീറ്റ് വേണം. എനിക്ക് എക്സ്റ്റസി വേണം, പക്ഷേ മറ്റ് യാതൊരു കാര്യങ്ങളും ആവശ്യമില്ല. ഇങ്ങനെ നമ്മളെ സുഖിപ്പിക്കുന്ന ഒരു മതത്തെയാണ്, റിലിജനെയാണ്, ആത്മീയതയാണ് ഇന്ന് ആളുകൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണമെങ്കിൽ ഞാൻ സ്വോത്രാഴ്ച കൊടുത്തേക്കാം, അതിന് വേണമെങ്കിൽ ഇച്ചിരി കൂടുതലും കൊടുത്തേക്കാം. 10 രൂപയൊക്കെ പണ്ടിട്ടുണ്ടിരുന്നത് ഞാൻ അങ്ങ് 100 അങ്ങ് ഇട്ടേക്കാം, അതിലെ പോട്ടെ 500 അങ്ങ് കൊടുത്തേക്കാം. പക്ഷേ എന്നെ ദൈവം എന്ത് ചെയ്യാൻ പാടില്ല, രൂപാന്തരപ്പെടുത്തി എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും എന്നെ പ്രേരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ $3 worth God തിരക്കി വരുന്നവർക്കുള്ള ഒരു ക്ലാസ് അല്ല ഇത് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. ഒരുപക്ഷെ ദൈവം നിങ്ങളെ എക്സ്പ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ടൊരു പൊട്ടിക്കാൻ അല്ലെങ്കിൽ തകർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ തകർച്ചയും രൂപാന്തരവും ഒരു രൂപാന്തരീകരണവും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. തീർച്ചയായും ഈ ചർച്ച് ഇങ്ങനെയുള്ള ഒരു ക്ലാസ് ഇതിനു വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം റോമൻസിൽ നിന്ന് സമർപ്പണത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് പാസ്റ്റർ എന്നോട് ആവശ്യപ്പെടുകയും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. എന്നാൽ പലപ്പോഴും സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് ഇപ്പോഴാണ് അത് ദൈവത്തിൻ്റെ സമയം എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ചർച്ച് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ദൈവികത അനുഭവിക്കുവാൻ കഴിയുന്ന ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ആദ്യം വായിക്കുന്ന ഭാഗം 85-ാം സങ്കീർത്തനത്തിൻ്റെ 2 വാക്യങ്ങളാണ്. 85-ാം സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ, യഥാസ്ഥാപനം എന്ന് പറയുന്ന വാക്ക് തന്നെ അവിടെയാണ് ശരിക്കും വരുന്നത്. അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 85-ൻ്റെ
4-ാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കേണമേ. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളെ റെസ്റ്റോർ ചെയ്യണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. റെസ്റ്റോർ അസ് അൺ ടു യു ഓ ഗാഡ്. നിങ്ങളിലേക്ക് താഴെ പറയുന്നുണ്ട്, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് റിവൈവ്, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. 1 റെസ്റ്റോർ ചെയ്യുക, 2 റിവൈവ്, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക അല്ലെങ്കിൽ ഉണർത്തുക. റെസ്റ്റോറേഷനും റിവൈവലും, യഥാസ്ഥാപനവും ഉണർവും, ഇത് ഒരുമിച്ചേ പോകത്തുള്ളൂ. നമ്മളെപ്പോഴും ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഉണർവിന് മുമ്പുള്ള യഥാസ്ഥാപനത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ റെസ്റ്റോറേഷൻ ഇല്ലാതെ ഒരു റിവൈവൽ അത് നടന്നാൽ തന്നെ അത് ശരിയായിട്ടുള്ളൊരു റിവൈവൽ ആയിരിക്കത്തില്ല. നമുക്ക് റിവൈവൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മാക്സിമം കുറച്ച് കരച്ചിലൊക്കെ ആയിരിക്കും. ചിലപ്പം നമ്മൾ പാട്ടും തുള്ളലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമുക്ക് റിവൈവൽ. എന്നാൽ കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കരച്ചിലൂടെ ആയിരിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണിലൂടെ കുറച്ച് കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് നല്ല ഉണർവാണ്. അല്ലെങ്കിൽ ആളുകളെല്ലാം കൂടെ ഒരു മീറ്റിംഗ് നടത്തുമ്പോഴത്തേക്ക് സഹോദരന്മാരും സഹോദരികളും എല്ലാം കൂടെ മുന്നേ വന്നങ്ങ് പൊട്ടി കരയാൻ തുടങ്ങിയെന്ന് വെച്ചോ, നമ്മൾ പറയും എന്തൊരു ഉണർവായിരുന്നു അല്ലേ. പക്ഷേ കരച്ചിലെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കരയുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് 2-ാമത്തെ കാര്യം. എന്നാൽ കരച്ചിൽ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കരച്ചിൽ ചിലർ പെട്ടെന്ന് കരയും, ചിലർ അത്രയും പെട്ടെന്ന് കരയത്തില്ല. അപ്പോൾ ഒരാൾ കരയുന്നത് കൊണ്ട് അയാൾക്ക് നല്ല ഉണർവുള്ള ആളാണെന്നും കരയാത്ത ആളുകൾക്കൊന്നും ഉണർവില്ലെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ശാരോ തോമാച്ചായൻ്റെ പിതാവ് ജോൺ അയ്യാറുള്ള സാറ് ഒരിക്കൽ ഒരു സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരോടും ചോദിച്ചു, കുഞ്ഞുങ്ങളെ, ഞാൻ ഈ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉടനെ അവർ പറഞ്ഞു, ഉണ്ടപ്പച്ചാ, ഞങ്ങൾ കണ്ണുനീര് കണ്ടിട്ടുണ്ട്. അതെ, ഞാനൊരു കാര്യം പറയാനാ, അതെൻ്റെ ആത്മീയത കൂടുതൽ കൊണ്ടാണെന്ന് ആരും ചിന്തിക്കരുത്, അതെൻ്റെ ഒരു അസുഖമാണ്. അപ്പോൾ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നത് ആത്മീയത കൂടുതൽ കൊണ്ടാണെന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതാ പറഞ്ഞത്, പലപ്പോഴും നമ്മളുടെ ചില ആളുകൾ കുറച്ചുകൂടി ഇമോഷണലാണ്. ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ കരയും, ചിലർ കരയത്തില്ല. അതുകൊണ്ട് കരയുന്ന ആളുകളെല്ലാം ആത്മീകരാണെന്നും കരയാത്തവരെല്ലാം അനാത്മീകരാണെന്നും നമുക്ക് വിധി എഴുതാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ശരിയായിട്ടുള്ള ഉണർവ് എന്ന് പറയുന്നത് യഥാസ്ഥാപനത്തിലൂടെയാണ് സംഭവിക്കുന്നത്. യഥാസ്ഥാപനം എന്ന് പറയുമ്പോൾ എവിടെ നമ്മളായിരുന്നോ അല്ലെങ്കിൽ എവിടെ ആയിരിക്കണമോ ആ സ്ഥലത്തേക്കുള്ള ഒരു മടങ്ങിപ്പോക്കിനെയാണ് വാസ്തവത്തിൽ യഥാസ്ഥാപനം എന്ന് പറയുന്നത്. കരച്ചിലുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച കൊടുത്ത് ഞാൻ അവിടെ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഈ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇഷ്ടികൾ വെച്ച് പ്ലം ലൈൻ പിടിച്ച് ഇങ്ങനെ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇഷ്ടിക ഒന്ന് എറിച്ച് നിന്നെന്ന് വെച്ചു. നമ്മൾ അന്നേരം ശ്രദ്ധിച്ചില്ല, അതിങ്ങനെ പണിത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഇഷ്ടിക ഉറച്ചു കഴിയും. അതിൻ്റെ മുകളിൽ മറ്റൊരു ഇഷ്ടിക വെച്ച് പ്ലം ലൈൻ പിടിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് കാണുന്നു? താഴെ വെച്ചിരിക്കുന്ന ഇഷ്ടിക ശരിയായ നിലയിലല്ല ഇരിക്കുന്നത്. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? മേസ്ത്രി എന്താ പറയും? എടാ, കുറേ വെള്ളം കൊണ്ടുപോവാ, എടുത്തോണ്ട് വാ, ഒരു 2 ബക്കറ്റ് വെള്ളം ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് ഒഴിച്ചാട്ടെ എന്നാണ് പറയുന്നത്. അല്ല, അയാൾ എന്ത് ചെയ്യും? പ്ലം ലൈൻ പിടിച്ചിട്ട് ആ ഇഷ്ടിക എവിടെ എറിച്ച് നിൽക്കുന്നോ അതെന്ത് ചെയ്യും? അത് ചിസിൽ ചെയ്ത് കളയും. അതിനെ ചിസിൽ ചെയ്ത് കളയാത്രത്തോളം കാലം അതിൻ്റെ മുകളിൽ പണിയുന്നതെല്ലാം തലതിരിഞ്ഞായിരിക്കും വരുന്നത്. എന്നതുപോലെ നമ്മുടെ സഭയിൽ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അറിയാതെ ദൈവവചനത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും വിരോധമായിട്ട് ഏതെങ്കിലും ഒരു നിലയിൽ ഒരു തിരിച്ചിൽ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മളെല്ലാം കൂടെ കരഞ്ഞതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. ആവശ്യമായിരിക്കുന്ന എന്താണ്? പ്ലം ലൈൻ പിടിച്ചിട്ട് നമ്മുടെ സഭയ്ക്ക്, എൻ്റെ ജീവിതത്തിന് എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആ പ്ലം ലൈനിൽ യോജിക്കാത്ത സകലത്തെയും വെട്ടിക്കളയാത്രത്തോളം കാലം, അതാണ് വാസ്തവത്തിൽ ഞാൻ യഥാസ്ഥാപനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് നമുക്കുള്ള ഒരു മടങ്ങിവരവാണ് യഥാസ്ഥാപനം. റെസ്റ്റോറേഷൻ, റെസ്റ്റോർ ചെയ്യുകയാണ് അല്ലേ. സിസ്റ്റം നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോഴത്തെ പിള്ളേർക്കൊക്കെ സിസ്റ്റം റെസ്റ്റോർ ചെയ്യുകയാണ്. വൈറസ് എല്ലാം കൂടെ കയറി ആകെപ്പാടെ നാശമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒറിജിനൽ സ്റ്റേജിലേക്കുള്ള ഒരു റെസ്റ്റോറേഷനാണ്. എവിടെ ആയിരുന്നു അതിലേക്കുള്ള, അത് ടൈം ബൗണ്ട്, ഇന്ന ടൈമിലേക്ക് നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു മൗസിൻ്റെ ക്ലിക്കിനകത്ത് നടക്കുന്ന റെസ്റ്റോറേഷൻ അല്ല സഭയുടെ റെസ്റ്റോറേഷൻ. സഭയുടെ റെസ്റ്റോറേഷൻ നടക്കുമ്പോഴത്തേക്ക് ഒത്തിരി വേദനപ്പെടുത്തുന്നതായ നഷ്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സുഖമായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് അല്ല ഇത്. ഇത് വേദനിപ്പിക്കുന്ന സ്റ്റേജിലൂടെ കടന്നു പോകാൻ മനസ്സുള്ള, രൂപാന്തരം ആഗ്രഹിക്കുന്നവരായ ഒരു യഥാസ്ഥാപനത്തിൻ്റെ നിലയിൽ
അതിന് യോജിക്കാത്തതായിട്ടുള്ള സകലത്തെയും ചിസിൽ ചെയ്ത് കളഞ്ഞ് ദൈവികമായി കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പഠനമാണ് വാസ്തവത്തിൽ നെഹമ്യാ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത്. അവിടെ പറയുന്നു യഥാസ്ഥാപനം ആയിരിക്കുന്നതിൻ്റെ കാരണം. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാപനപ്പെടുത്തണമേ. യഥാസ്ഥാനപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ യഥാസ്ഥാപനപ്പെടുത്തുക എന്ന് പറയുന്നതാണ്. കാര്യം മലയാള ഭാഷയിൽ നമുക്കറിയാമല്ലോ, രക്ഷപ്പെടുക എന്ന് പറയുന്നതും രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് രണ്ടാണ്. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ്? വേറൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. കർത്താവ് വേറൊരാളാണ് എന്നതുപോലെ ഇവിടെ യഥാസ്ഥാപനത്തിൻ്റെ കാര്യത്തിലും യഥാസ്ഥാനപ്പെടുകയല്ല നമ്മൾ, ശരിക്കും എന്താണ്? യഥാസ്ഥാപനപ്പെടുത്തുകയാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കൃത്യമായ പദ്ധതിയുണ്ട്, ഒരു ഗോഡ്ലി ആക്റ്റ് ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് ആവശ്യമായി വരുന്നു എന്നുള്ളതോടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. അതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഞങ്ങൾ നിന്റെ നീരസത്തിൻ്റെ ലോകത്തിലാണ്, ഇൻഡിഗ്നേഷൻ, അതായത് നിന്റെ പ്രസാദത്തിൻ്റെ ലോകത്തിലല്ല ഞങ്ങൾ. പ്രിയമുള്ളവരെ, എപ്പോഴാണ് നമുക്കൊരു യഥാസ്ഥാപനം ആവശ്യമായിരിക്കുന്നത്? എപ്പോൾ നാം ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലേക്ക് മാറ്റപ്പെടുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് എന്താവശ്യമായി വരുന്നു? യഥാസ്ഥാപനം ആവശ്യമായി വരുന്നു. ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. Somehow we want to see that we are bringing a smile upon the face of God. നമ്മളെ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കുക എന്ന ഏക ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം ഏത് വിശ്വാസിയും ഏത് സഭയും ജീവിക്കുന്നത്. എന്നെ നോക്കിയിട്ട് ദൈവം ഒന്ന് പുഞ്ചിരിക്കണം. എന്നെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയണം. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ത്? ഞാൻ ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്തിലാണെന്ന്. എന്നെ നോക്കിയിട്ട് ദൈവത്തിന് എന്താണ് പ്രയാസമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ യഥാസ്ഥാപനം ആവശ്യമുള്ളൊരു വ്യക്തിയാണ്. ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നതാണ്. ഹാനോക്ക് 365 സംവത്സരം എന്താണ് അവൻ ദൈവത്തോട് കൂടെ നടന്നെന്നാണ് പറയുന്നത്, അല്ലേ? അവൻ ദൈവത്തോട്, അവൻ്റെ ജീവിതത്തിൽ അവന് മക്കളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. പക്ഷേ ഹി വാസ് വാക്കിംഗ് വിത്ത് ഗാഡ്. ആൻഡ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ആരെക്കുറിച്ചും കുറ്റമൊന്നും പറയാറില്ല. പറയുന്നത് അത്ര ശരിയല്ലല്ലോ. മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ എത്രയാണെങ്കിലും എന്താണ് നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും പോയി പറയുന്നത്. ലോകത്തിലേക്കും പിശുക്കനായ സഭയിലും ഒരു കാര്യത്തിനും 5 പൈസയും കൊടുക്കാതിരുന്ന ഒരു വ്യക്തി മരിച്ചു കിടന്നപ്പോഴത്തേക്ക് സഭക്കാരും അച്ഛനും എല്ലാം വന്ന് ഇയാളുടെ ദാനശീലത്തെക്കുറിച്ചൊക്കെ ഒത്തിരി അങ്ങ് വിവരിച്ചു കഴിഞ്ഞപ്പം ഭാര്യ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എന്ന് ഒന്നുകൂടെ ഡാഡിയുടെ അടുത്ത് നോക്കിയാൽ നമ്മുടെ ഡാഡി തന്നെയാണോ മരിച്ചു കിടക്കുന്നതെന്ന്. കാര്യം ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മുടെ ഡാഡി ചെയ്ത കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. കാര്യം മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്ന വെച്ച് പറഞ്ഞതാ. പക്ഷേ ഹാനോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനല്ലായിരുന്നു. ഹാനോക്കിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു? ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അല്ലേ, അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അത് മറ്റുള്ളവർ പറയാണ്. എന്താ പറയുന്നത്? ഹാനോക്കിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളൂ. അതാണ് എപ്പോഴും മറ്റുള്ളവർ പറയുന്നത്. നീ അവൻ്റെ അടുത്ത് പോയി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ, നടക്കത്തില്ല. കാര്യം അവൻ്റെ ജീവിതത്തിൽ എന്താ ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കണം. എന്തോ പറഞ്ഞാലും അവൻ ആകെപ്പാടെ അതേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നല്ലാതെ വേറെ ഒരു ലക്ഷ്യവും അവനില്ല. ഓക്കെ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം ജീവിച്ച ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ള ആളുകളെ പ്രസാദിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം 1000 വിശുദ്ധന്മാരോടുകൂടെ പാപികളെ ന്യായം വിധിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് തൻ്റെ നേരെ അവർ പറഞ്ഞ നിഷ്ഠൂരമായ വാക്കുകൾ നിമിത്തവും. ദാറ്റ് മീൻസ് ഇത്രയും നല്ല മനുഷ്യനായിട്ട് ജീവിച്ച ഹാനോക്കിനോട് അവൻ്റെ തലമുറയിൽപ്പെട്ടിരുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും പ്രസാദമില്ലായിരുന്നെന്നാണ്. ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തവനായിരിക്കും. മനുഷ്യനെയും ദൈവത്തെ ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. എപ്പോഴും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം, അല്ലേ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരാൾക്ക് അവനെ തന്നെ പ്രസാദിപ്പിക്കാനും കഴിയത്തില്ല, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മിക്കപ്പോഴും എനിക്ക് എന്നെ തന്നെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്നെ തന്നെ പ്രസാദിപ്പിക്കുകയാണെങ്കിലും
ഞാൻ ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലേക്ക് പോകേണ്ടി വരും. ഒന്നുകിൽ ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്ത്. ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലാണ് ഞാനെങ്കിൽ എൻ്റെ യഥാസ്ഥാപനം എവിടെയാണ് നടക്കേണ്ടത്? ഈ നീരസത്തിൻ്റെ ലോകത്ത് നിന്ന് ഞാൻ എങ്ങോട്ട് പോകണം? ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്തിലേക്ക് എന്നെ തന്നെ പറിച്ചു നടാനായിട്ട് ദൈവത്തെ ഞാൻ അനുവദിക്കണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമാണ്, നിന്റെ നീരസം, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. പ്രവാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഈ പുസ്തകം എഴുതപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ സങ്കീർത്തനം എഴുതപ്പെടുന്നത് പ്രവാസത്തിൻ്റെ പശ്ചാത്തലത്താണ്. പ്രവാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയണമെന്നുണ്ട്, എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് പറയട്ടെ. ഈ പ്രവാസത്തിൻ്റെ കാലഘട്ടത്തിൽ അവിടെ നിന്നുള്ളൊരു മടങ്ങി വരവിന് നടുനായകത്വം വഹിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നെഹെമ്യ എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനത്തിൻ്റെ ഒരു നടുനായകത്വം വഹിച്ച വ്യക്തി എന്ന നിലയിലാണ് നെഹെമ്യാവിനെ നമ്മൾ കാണുന്നത്. നെഹെമ്യാവിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒരു തുടക്കം എന്ന നിലയിൽ പറയുകയാണ്. ഒന്നാമത്, നെഹെമ്യാവ് ഒരു യഥാസ്ഥാപനം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഞാനിത് പറയാൻ കാര്യം, അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാത്തിടത്തോളം കാലം പലപ്പോഴും ആളുകളുടെ ഒരു വലിയ പ്രശ്നം, ഓക്കെ നമുക്കെന്തോ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാസ്ഥാപനം അസാധ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിന്റെ നീരസത്തിൻ്റെ ലോകത്തിലാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് എനിക്ക് ദൈവത്തെ വേണ്ട രീതിയിൽ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ പ്രസാദമുള്ള നിലയിലല്ല എൻ്റെ സഭ ഇപ്പോൾ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് തോന്നത്തുള്ളൂ? യഥാസ്ഥാപനം ആവശ്യമാണെന്ന് തോന്നത്തുള്ളൂ. അപ്പോൾ യഥാസ്ഥാപനം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. 2, ഒരു യഥാസ്ഥാപനം സാധ്യമാണെന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. ചിലപ്പോൾ ആളുകൾ പറഞ്ഞ്, ഒരു പക്ഷേ ശരിയായിരിക്കും, നമ്മളിപ്പോൾ ശരിയൊന്നും അല്ലായിരിക്കും, ഇതിങ്ങനെ പോകത്തുള്ളൂ, ഇതിന് വല്ലതും ഒരു വ്യത്യാസം ഉണ്ടാകുമോ? ഇതിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും യഥാസ്ഥാപനം അല്ലെങ്കിൽ അതിൻ്റെ നടുനായകത്വം വഹിക്കുക എന്ന് പറയുന്നത് കഴിയത്തില്ല. 3, ഒരു യഥാസ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. എൻ്റെ സഭയുടെ ഒരു യഥാസ്ഥാപനം എന്നുള്ളത് എൻ്റെ ഹൃദയവേദനയായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വാസ്തവത്തിൽ നെഹെമ്യാവ്. അടുത്തത്, ഒരു യഥാസ്ഥാപന പ്രക്രിയയിൽ പങ്കാളിയാകാനായിട്ട് തീരുമാനിച്ച വ്യക്തിയാണ് നെഹെമ്യാവ്. പങ്കാളിത്തമില്ലാതെ മാറി നിന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുമല്ല, അവൻ ഇൻവോൾവ് ചെയ്ത വ്യക്തിയായിരുന്നു. അടുത്തതായിട്ട്, യഥാസ്ഥാപനത്തിൻ്റെ നായകത്വത്തിലേക്ക് ദൈവം അവനെ വിളിച്ചാക്കിയപ്പോൾ അത് ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു നെഹെമ്യാവ്. ഞാനിത് ഒരു തുടക്കം എന്ന നിലയിൽ പറഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രവാസത്തെപ്പറ്റി അല്പം കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ. പല സമയത്തും ഈ പശ്ചാത്തലം, അതിൻ്റെ സിസ്റ്റം ലേബൻ അത് നമ്മളൊന്ന് മനസ്സിലാക്കാത്ത അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ശരിയായ നിലയിലുള്ള ഒരു പഠനം അല്ലെങ്കിൽ നമുക്ക് കഴിയാതെ പോകുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 36-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രവാസം നടക്കാനുള്ള കാരണം എന്താണെന്നുള്ള വേദപുസ്തക എഴുത്തുകാരൻ്റെ വിശദീകരണമാണ് അവിടെ കാണുന്നത്. വേദപുസ്തക എഴുത്തുകാരൻ കാര്യങ്ങളെ കാണുന്നതും സെക്യുലർ എഴുത്തുകാരൻ കാര്യങ്ങളെ കാണുന്നതിന് രണ്ടായിട്ടാണ്. ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു സംഭവം വേദപുസ്തക എഴുത്തുകാരൻ കാണുമ്പോൾ അതിനകത്തൊരു ദൈവിക മാനമുണ്ട്, അല്ലാത്തവർ അതിന് മറ്റൊരു റീസൺ ആയിരിക്കും കണ്ടെത്തുന്നത്. ഇപ്പം ഞാൻ ചിലയിടത്ത് പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. ഹാഗാറിൻ്റെ ചരിത്രം ഞാൻ പോയി എഴുതുകയാണെന്ന് വെച്ചു. ഞാനും ഈ പത്രപ്രവർത്തനം വെച്ചിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യുകയാണ്, അന്നത്തെ കാലത്ത് ഒരു പത്രത്തിൽ ജോലി ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു TV കമ്പനി ജോലി ചെയ്യുകയാണെങ്കിൽ എന്നെ എൻ്റെ മാനേജിങ് എഡിറ്റർ വിളിച്ചിട്ട് പറയുന്നതോ ഇങ്ങനൊരു സ്കൂപ്പ് കിട്ടിയിട്ടുണ്ട്, അബ്രഹാം എന്ന് പറയുന്ന ട്രൈബൽ കിങ് അയാളുടെ കീപ്പിനെ പറഞ്ഞു വിടുക, അപ്പോൾ താൻ പോയി അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോ ക്യാമറയുമായിട്ട് നേരെ രാവിലെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നതൊക്കെ ഇങ്ങനെ ഞാൻ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഞാൻ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ ഒരു തുരുത്തി വെള്ളവും അപ്പവും ഒക്കെ എടുത്ത് അബ്രഹാം എന്ത് ചെയ്യുന്നു, ഹാഗാറിനെയും കുഞ്ഞിനെയും കൂടെ പറഞ്ഞു വിടുന്നു. ഞാനിതിൻ്റെ പുറകെ നടക്കുന്നു. അവർ മരുഭൂമിയിൽ ചെല്ലുന്നു. മരുഭൂമി ചെന്നവരുടെ അപ്പമൊക്കെ തിന്നു, വെള്ളമൊക്കെ തീർന്നു പോയി. അതിനുശേഷം കുഞ്ഞ് മരിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം ഞാനിങ്ങനെ ഫിലിം ചെയ്യും. അതേസമയം പറയുന്നുകൊണ്ട് ഞാൻ കുഞ്ഞ് മരിക്കാനായിട്ട് കുഞ്ഞ് കിടന്ന് കരയുകയാണ്. ആ കരച്ചിൽ കാണാൻ കഴിയാതെ ഇതാ മാതാവ് ദൂരേക്ക് ഓടിപ്പോകുന്നു. അവിടെ ചെന്ന് അവിടെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഹാഗാർ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് താഴെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു നീരുറവ കാണുന്നു. ഉടനെ ഞാൻ പറയുകയാണ്, ഇത് അത്ഭുതമെന്നേ പറയേണ്ടു. അവൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു നീരുറവയുണ്ട്. അവൾ അവിടെ നിന്ന് വെള്ളം കോരി അതാ കുഞ്ഞിന് കൊണ്ട് കൊടുക്കുന്നു. കുഞ്ഞ് ജീവിച്ച് എഴുന്നേറ്റ് പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റോറി അവസാനിപ്പിക്കുകയാണ്. ഇത് ആർക്കും എഴുതാവുന്ന സ്റ്റോറിയാണ്. പക്ഷേ വേദപുസ്തകം എഴുത്തുകാരൻ എഴുതിയപ്പോൾ
ഒരു ചെറിയ വാക്ക് അതിനോട് കൂട്ടിച്ചേർത്തു. എന്താണെന്നറിയാമോ? ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഞാനത് എഴുതത്തില്ല, കാര്യം എൻ്റെ ക്യാമറയിൽ ഇത് പതിയത്തില്ല. ഏതാ? ദൈവം കണ്ണ് തുറക്കുന്ന കാര്യം. ഇതാണ് ഒരു ചരിത്രം സെക്യുലർ എഴുത്തുകാരൻ എഴുതുമ്പോഴും വേദപുസ്തക എഴുത്തുകാരൻ എഴുതുമ്പോഴുള്ള വ്യത്യാസം. വേദപുസ്തക എഴുത്തുകാരൻ ഒരു സംഭവം നടന്നതിനെ വിശദീകരിക്കുക മാത്രമല്ല, എന്തുകൊണ്ടത് നടന്നു എന്നുള്ളത് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നടന്നു എന്നുള്ള അവൻ്റെ റീസൺ സാധാരണക്കാരൻ എഴുതുന്ന, ഒരു സെക്യുലർ എഴുത്തുകാരൻ എഴുതുന്ന റീസൺ അല്ല. അവൻ്റെ റീസൺ അതിനകത്തെ ദൈവിക സ്പർശനം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രവാസം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇതായിട്ട് പറയാണ്, പ്രവാസം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനങ്ങളെ ബാബിലോൺ രാജാവ് പിടിച്ചുകൊണ്ട് പോയി. ഇത്രയേ ഉള്ളൂ പ്രവാസം എന്ന് പറയുമ്പോൾ. അവിടെയാണ് 70 സംവത്സരങ്ങൾ അവർ ബാബിലോണിൽ താമസിച്ചു. അപ്പോൾ ഈ സംഭവത്തെ ഞാൻ എഴുതുകയാണെങ്കിൽ ഒരു ചരിത്രപരമായ അനാലിസിസ് നടത്തുകയാണ്. ഞാനിപ്പോൾ പറയുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം. ഞാൻ പറയുന്നത് എന്തായിരിക്കും? അശൂർ രാജ്യമായിരുന്നു ഒത്തിരി ശക്തമായിരുന്നത്. അവരാണ് വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ അശൂർ രാജാവിൻ്റെ ശക്തി ക്ഷയിച്ചതായ സമയത്ത് നെബൂഖദ്നേസർ ഒരു പുതിയ ശക്തമായ ഭരണം അവിടെ ഉണ്ടാക്കുകയും അശൂറിനെ തോൽപ്പിക്കുകയും എന്ന് തന്നെയല്ല, തെക്കോട്ട് അദ്ദേഹം തൻ്റെ പട നയിക്കുകയും ചെയ്തു. എന്നാൽ ഈജിപ്തിൽ നേരത്തെ വളരെ ശക്തമായ ഭരണം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നെഖോയുടെ ഭരണം അത്ര ശക്തമല്ല. അതുകൊണ്ട് ഈജിപ്തിൽ നിന്ന് ഒരു ആക്രമണം പേടിക്കേണ്ടതില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബിലോണിൽ നിന്ന് വടക്ക് നിന്ന് എന്ത് ചെയ്യുന്നു? ബാബിലോണിൽ നിന്ന് നെബൂഖദ്നേസർ വന്ന് ഈ രാജ്യത്തെ പിടിച്ച് അവിടെ നിന്നുള്ള ജനങ്ങളെ, അവിടെ രാജ്യം കൊള്ളയടിച്ച് അവിടെ നിന്നുള്ള ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാനതിനുള്ള പൊളിറ്റിക്കൽ റീസൺസ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ബിബ്ലിക്കൽ റൈറ്റർ എഴുതുമ്പോഴത്തേക്ക് ഈ പൊളിറ്റിക്കൽ റീസൺസേ അല്ല പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിക്കുന്നു. 36-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സിദക്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച് യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെ താഴ്ത്തിയില്ല. അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതെ വണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. പുരോഹിതന്മാർ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരൂശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച തൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തിയില്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ നഗരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെ ഒക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. നോക്ക്, ഇതിനകത്ത് മറ്റ് രാജ്യങ്ങളുടെ ശക്തിയെക്കുറിച്ചോ അവരുടെ സൈന്യബലത്തെക്കുറിച്ചോ ഇതൊന്നും യാതൊരു സംസാരവുമില്ല. ഇതിനകത്തെല്ലാം എന്താ പറയുന്നത്? ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിലാണ്. ചരിത്രത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. യെരൂശലേമിൻ്റെ പരാജയത്തിനുള്ള കാരണം ഒരു ആത്മീയ കാരണമാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് നമ്മുടെ രാജാവിനെ കുറിച്ചാണ്. സിദക്കിയ രാജാവ്. 1, സിദക്കിയ രാജാവ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 2, വചനത്തിന് മുമ്പിൽ തന്നെ താഴ്ത്തിയില്ല. 3, യഹോവയെങ്കിലേക്ക് തിരിഞ്ഞില്ല. 4, ഹൃദയം കഠിനമാക്കി. 4 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ വെറുതെ പറയുകയല്ല, അതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. 1, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് പറയുന്നത് അവൻ്റെ പ്രവൃത്തിയാണ്, ഹിസ് ഡീഡ്സ്. വചനത്തിന് മുമ്പിൽ അല്ലെങ്കിൽ യെരമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെ യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന് മുമ്പിൽ തന്നെ താഴ്ത്തിയില്ല എന്ന് പറയുന്നത് അവൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അടുത്തത്, അവൻ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറയുന്നത് അവൻ്റെ സെൽഫ് ഡിപ്പെൻഡൻസ് ആണ്, സെൽഫ് റിലയൻസ് ആണ്. അടുത്തതായിട്ട്, അവൻ ഹൃദയം കഠിനമാക്കി എന്ന് പറയുന്നത് അവൻ്റെ റിബല്യസ്നെസ് ആണ്, അവൻ്റെ മത്സര ബുദ്ധിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം ഒരു മനുഷ്യൻ്റെ മേലോ സഭയുടെ മേലോ വരാൻ ഈ 4 കാര്യങ്ങൾ മതി. 1, നമ്മുടെ പ്രവൃത്തികൾ ദൈവം കൃത്യതയോടെ നോക്കുന്നുണ്ട്. നമുക്കെന്തോ പ്രവൃത്തിയാലല്ല കൃപയാലാണ് രക്ഷ എന്ന് പറയുന്നത് കൊണ്ട് പ്രവൃത്തി എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു ദുരുപദേശത്തിലേക്ക് നമ്മൾ വന്ന് വീണ് പോയിട്ടുണ്ട്. കൊറിയൻ പശ്ചാത്തലത്തിലുള്ള ഒത്തിരി സഭകളുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നതായ സഭകൾ. അവർ ബാംഗ്ലൂരിലും ഈവൻ കൊന്തമാലിൽ പോലും അവരുടെ സഭകളുണ്ട്. ഗുഡ് ന്യൂസ് സംഘം എന്നൊക്കെ പറഞ്ഞാണ് അവർ പറയുന്നത്. നമ്മുടെ ഗുഡ് ന്യൂസ് ഒന്നുമല്ല, സംഘം എന്ന് പറഞ്ഞ് അവർ വന്നിട്ട് അവർ പറയുന്നത് ഒരു വലിയൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊരു വലിയൊരു ഗുഡ് ന്യൂസായിട്ട് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സമ്മതിക്കത്തില്ലെങ്കിലും ജീവിതത്തിൽ ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പ്രവൃത്തി ഒരു വലിയ വിഷയം അല്ല എന്നുള്ള ഒരു ചിന്ത.
ചില സമയത്തൊക്കെ ഈ ഉപദേശത്തിലുള്ള അമിത പ്രാധാന്യം പ്രവൃത്തിയെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കാൻ ഒരു കാരണമായി തീരുന്നു എന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഞാനൊരിക്കൽ മേ ബി 1990 ഞാനും ഡോക്ടർ പോൾസനും ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 4 ദിവസം ഞാനും 4 ദിവസം പോൾസനും ക്ലാസ് എടുക്കുകയാണ്. പോൾസൺ പറഞ്ഞിടൂ, ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോടൊരു കാര്യം പറഞ്ഞു, തനിക്ക് കേൾക്കണം. ഞാൻ പറഞ്ഞു, പറ. അദ്ദേഹം പറഞ്ഞത്, ബ്രദറെ, പെന്തിക്കോസ് ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മലമായ ഉപദേശമാണ്. അതുകൊണ്ട് എന്താ, ദൈവം ജീവിതത്തിലൊരു തെറ്റ് പറ്റിയാൽ അങ്ങ് ക്ഷമിക്കും, പക്ഷെ ഉപദേശത്തിലൊരു തെറ്റ് പറ്റിയാൽ ദൈവം വെറുതെ വിടത്തില്ല. അതായത് അല്പം കള്ളത്തരവും കരിഞ്ചന്തയും വ്യഭിചാരവും കള്ളുകൂടിയും അല്ലെങ്കിൽ മോശമായ ജീവിതവും കള്ളത്തരവും വഞ്ചനയും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. പക്ഷേ പോസ്റ്റ് മില്ലീനിയത്തിൽ വിശ്വസിക്കുകയോ പ്രീ മില്ലീനിയത്തിൽ വിശ്വസിക്കുകയോ മിഡ് മില്ലീനിയത്തിൽ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപദേശത്തിലൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ യേശുക്രിസ്തു വന്നു കഴിഞ്ഞ് പിന്നീടുള്ള 7 വർഷത്തിനിടയ്ക്ക് 3.5 കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതിനകത്ത് ഒരു തെറ്റ് പറ്റിയാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. കള്ളത്തരം കാണിച്ചാലൊന്നും ദൈവത്തിന് പ്രശ്നമില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ പറയാം, ദൈവത്തിന് എന്താ പ്രാധാന്യം അർഹിക്കുന്നത്? ദൈവം എന്താ ചിന്തിക്കുന്നത്? അറിവ് കേട് കൊണ്ട് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുള്ള വ്യത്യാസമാണോ, അതോ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നതാണോ ദൈവം നോക്കുന്നത്? ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, ഈ സമയങ്ങളിൽ പെന്തിക്കോസ്ത് സഭകളിൽ മറ്റെല്ലാ പ്രസംഗങ്ങൾക്കും ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ട് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ മാത്രം പ്രസംഗിക്കണമെന്നാണ്. കാര്യം ഇന്ന് യാതൊരു രീതിയിലും വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു സംഘമായി നമ്മൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതം കർത്താവിനൊരു സുഗ്രാഹ്യ വാസനയാക്കുന്നില്ലെങ്കിൽ, അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു സുഗന്ധം പരത്തുന്ന ഒരു യാഗമാകുന്നില്ലെങ്കിൽ ദൈവത്തിന് അതിനകത്ത് പ്രസാദിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മുടെ ഡീഡ്സ്, ദൈവം നമ്മുടെ പ്രവൃത്തി തീർച്ചയായും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. അന്ന് പലരും വന്നതിനോട്, കർത്താവേ കർത്താവേ എന്ന് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് ചോദിക്കും. അന്ന് ഞാൻ അവരോട് പറയുന്നത് എന്തായിരിക്കും? ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അറിയുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഉടനെ കർത്താവ് പറയുക, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വയ്യ എന്ന് പറയുന്നത് ശരിയല്ല. കാര്യം അറിയാൻ വയ്യാത്ത ഒരാളെ അധർമ്മം പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇപ്പോൾ വഴിയെ കൂടെ പോകുമ്പോൾ ഒരുത്തനെ ചുമ്മാ കയറി കള്ളാന്ന് പറയാൻ പറ്റൂ? വിളിക്കാൻ പറ്റൂ? കള്ളനാണെന്ന് എനിക്ക് അറിയാമല്ലോ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിന് വരെ അറിയാൻ വയ്യ എന്ന് പറയുന്നത് ശരിയല്ല. ദൈവത്തിന് അറിയാം. പക്ഷെ കർത്താവ് പറഞ്ഞ ഇതാണ്, ഞാൻ നിങ്ങളെ പ്രവചിക്കുന്നവരായിട്ടും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നവരായിട്ടും അന്യഭാഷ പറയുന്നവരായിട്ടും ഒന്നും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ അറിയുന്നത് എങ്ങനെയാണ്? അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്ന നിലയിലാണ്. നിങ്ങളൊരു പക്ഷേ പ്രവചിച്ച് കാണും, പ്രവചിച്ചില്ലെന്നൊന്നും കർത്താവ് പറയുന്നില്ല. അത് ആരുടെ പേരില്ല? ഞങ്ങൾ നിന്റെ നാമത്തിൽ, അതായത് കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഇവർ പ്രവചിച്ചത്. ഇതൊക്കെ ചെയ്തെങ്കിലും ഇവരുടെ ഒരു ആത്മീയ കൃപാവരങ്ങളും എന്താണ് കാണാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നത് എന്താണ്? അവരുടെ അധർമ്മ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയുടെയും മുന്നിൽ നമ്മുടെ പ്രവൃത്തികളാണ് വന്ന് നിൽക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ മറന്നു പോകരുത്. ആരാധിക്കുന്നത് നല്ല കാര്യമാണ്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. ആദ്യം പ്രസാദിച്ചത് ഹാബേലിലാണ്, അത് കഴിഞ്ഞിട്ടാണ് അവൻ്റെ യാഗത്തിൽ പ്രസാദിക്കുന്നത്. യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ലാഴികയൊന്നുമില്ല, പക്ഷേ അതിനു മുമ്പ് വ്യക്തിയിലാ ദൈവം പ്രസാദിക്കുന്നെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇവിടുത്തെ പ്രത്യേകത അതാണ്, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ലാത്ത ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് വരണം. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരു പ്രവൃത്തി ഉണ്ടായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയാത്തൊരു സ്റ്റേജ്. ഞാൻ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ, അതിരിങ്കലുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, പണ്ട് കാലത്തെ കാര്യമാണ്, ഒരു 50 വർഷം മുമ്പത്തെ കാര്യമാണ്, രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് അന്ന് രക്ഷിക്കപ്പെട്ട, നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധി എന്ന് പറയുന്നത് പെന്തിക്കോസിൻ്റെ മുഖമുദ്രയായിരുന്ന ഒരു സമയമുണ്ട്, ഇല്ലേ? മുഖമുദ്രയായി. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇന്നലെ 2 ദിവസം മുമ്പ് ശാലേം ട്രാക്ക് സൊസൈറ്റിയുടെ ഒരു മീറ്റിങ്ങിന് വെച്ച് അവിടെ കൂടി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് ഒരു ജഡ്ജിയുടെ മുമ്പിൽ സാക്ഷിയായിട്ട് നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തി ജഡ്ജിയോട് പറഞ്ഞു, ഏമാനെ,
ഞാൻ ഒരു പെന്തിക്കോസുകാരൻ, എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ലെന്ന്. ഉടനെ ജഡ്ജി പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇന്നൊരാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ആഹാ പെന്തിക്കോസുകാരനാണോ, എന്നാ നീ കള്ളമേ പറയൂ എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മൾ അധപ്പതിച്ച് പോയിട്ടില്ലേ? ആം ഐ റൈറ്റ്? ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണല്ലേ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പെന്തിക്കോസ്ത് വിശുദ്ധിയുടെ പ്രതീകമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പെന്തിക്കോസിന്റെ മുഖമുദ്രയായിരുന്നു വിശുദ്ധിയെങ്കിൽ, ആ അവസ്ഥയിലേക്ക് മടങ്ങി വരാനായിട്ട് നമ്മുടെ സഭകളിൽ നിരന്തരം അതിനുവേണ്ടിയുള്ള ഒരു എഫേർട്ട്, അത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പ്രവൃത്തിയുടെ കാര്യത്തിൽ സിദക്കിയ രാജാവിനോട് ദൈവം അവൻ്റെ പ്രസാദത്തിനപ്പുറത്തേക്ക് മാറിപ്പോകാൻ, അല്ലെങ്കിൽ സിദക്കിയ രാജാവും അവൻ്റെ ജനങ്ങളും യഹോവയുടെ നീരസത്തിൻ്റെ ലോകത്തിലേക്ക് വീണു പോകാനുള്ള ഒന്നാമത്തെ കാരണം അവൻ്റെ പ്രവൃത്തികളിൽ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനെ പ്രസാദിപ്പിക്കാത്ത ഒരു കാര്യവും ഉണ്ടാകുവാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ അതിരിങ്കലെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു വന്നു, അച്ചായന. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ച കൂട്ടത്തിൽ പുകയില തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചു. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരി തൊഴിലാളികളൊക്കെ, കണ്ടം കൃഷിയൊക്കെ ഉള്ള ഒരാളാണ്. ഒരു ദിവസം കണ്ടത്തിലെ പാടത്തെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു മാടമുണ്ട്. ആ മാടത്തിൽ ഒരു പഴയ വെറ്റില ചെല്ലം ഇരിക്കുന്നു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് പുകയില കിടപ്പുണ്ട്. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് നോക്കിയാൽ ഒത്തിരി നാളായിട്ട് ഈ ചെല്ലം കാണാതിരിക്കുകയായിരുന്നു, ഉപയോഗം ഇല്ലാതിരിക്കുകയായിരുന്നു. ചുമ്മാ അതെടുത്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് പുകയില കണ്ടപ്പം, ഇതിൻ്റെ മണം പോയോ എന്നറിയാനായിട്ട് അദ്ദേഹം ഒന്ന് മണത്ത് നോക്കി. അപ്പം മണത്ത് നോക്കിയപ്പം മണമൊന്നും പോയിട്ടില്ല. മണം പോയില്ലെങ്കിൽ ഇതിൻ്റെ രുചി പോയോ എന്നറിയാൻ അദ്ദേഹം അറിയാതെ വായിനകത്തിട്ട് ഒന്ന് കടിച്ചപ്പോൾ അതിൻ്റെ രസം പോയിട്ടില്ല. ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം ഓർത്തത്, ഞാൻ പുകയില തിന്നുന്നത് നിർത്തിയതാണല്ലോ. ഈ മനുഷ്യന് സങ്കടം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം കുറേ നേരം അവിടെ നിന്നിട്ട് ഏങ്ങലടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യയോടും മക്കളോടും ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിന്. ഏങ്ങലടിച്ച്. അപ്പോൾ ഭാര്യ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങൾക്ക് എന്ത് പറ്റി? കരച്ചിലാ, ഏങ്ങലടിയാ. മക്കൾ വന്നിട്ട് ചോദിച്ചു, അപ്പാ എന്ത് സംഭവിച്ച, എന്ത് വാന്ന് പറ, എന്ത് പറ്റി? പുള്ളിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, കരച്ചിലാ. ഒടുവിൽ പാസ്റ്റർ വന്നു. പാസ്റ്ററെ ഇവർ വിളിച്ചുകൊണ്ട് വന്ന് പാസ്റ്റർമാർ സംസാരിച്ച കൂട്ടത്തിൽ പാസ്റ്റർ ചോദിച്ചു, അച്ഛാ എന്തോ പറ്റിയെന്ന് പറ. എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ കരച്ചിലായി മനുഷ്യൻ. പാസ്റ്ററെ, ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞതാ, പക്ഷെ ആ പുകയില വീണ്ടും ഞാൻ രുചിച്ചു. നമുക്കിത് കേൾക്കുമ്പോൾ ചിലപ്പം സംശയം തോന്നും. നടന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ബന്ധുവിനോട് പറഞ്ഞതാണ്. എന്നിട്ട് ഈ പാസ്റ്റർ പറഞ്ഞു, അച്ഛാ അറിയാതെ ചെയ്തതല്ലയോ, ദൈവം ക്ഷമിക്കും. അറിയാതല്ല, ഞാനത് ടേസ്റ്റ് ചെയ്തില്ലയോ, ഞാൻ അറിയാതെ ആരും എൻ്റെ വായി കൊണ്ടിട്ടതല്ലല്ലോ, ഞാനത് രുചിച്ച് നോക്കിയതല്ലയോ, ഞാൻ ഉപേക്ഷിച്ച കാര്യം വീണ്ടും ഞാൻ എടുത്തില്ലയോ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പിന്നെയും കരച്ചിലാണ്. അന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല, മക്കളെല്ലാം നിർബന്ധിച്ച് ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം മോൻ ഒരു പുല്ലാട്ട് നിന്ന് അവിടെ കുടിയേറിയതാണ് ഈ അതിരുങ്കൽ. അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പനെ വിളിച്ചുകൊണ്ട് പോയി. ഈ ഉപ്പാപ്പൻ അവിടെ ചെന്ന്, ഫാദറിൻ്റെ അനിയൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇരുന്ന് പറഞ്ഞു, കുഞ്ഞുട്ടി നീ ചെയ്ത് തെറ്റാ, ശരിയാ, അത് ദൈവം ക്ഷമിക്കാതിരിക്കത്തൊന്നുമില്ല, നമുക്ക് ദൈവത്തോട് കർത്താവിനോട് ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കാമെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പിന്നീടാണ് ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത്. അതായിരുന്നു പെന്തിക്കോസ്, അല്ല ഇന്ന് കാണുന്നതല്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാസ്ഥാപനം എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ഒരു ചെറിയ തരിമ്പ് എൻ്റെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, ചിന്തകളിലേക്ക് വന്നു വീഴുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന അത്ര ആഴത്തിൽ എന്നെ വേദനിപ്പിക്കുന്ന നിലയിലേക്ക് ഞാൻ മടങ്ങി വരുന്നില്ലെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പറയത്തക്ക നിലയിൽ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നില്ലെങ്കിൽ യഥാസ്ഥാപനം നടക്കത്തില്ല. ഇന്ന് എന്ത് ചെയ്താലാണ് നമുക്ക് ഒരു മാനസാന്തരമുള്ളത്, ഒരു മനസ്സിന് വേദനയുള്ളത്? നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ഇന്നുണ്ടോ? എന്ത് ചെയ്താലും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാത്ത ഒരു സ്റ്റേജ് വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലാണ് എന്നുള്ളതാണ്. രണ്ടാമത്, ഇങ്ങനെ അവൻ അനിഷ്ട പ്രവൃത്തികളെ ചെയ്തപ്പോൾ ദൈവം അവനെ തള്ളിക്കളയല്ല ആദ്യം ചെയ്തത്. യിരെമ്യാ പ്രവാചകനെ അവൻ്റെ അടുക്കൽ യഹോവയുടെ വചനവുമായി അയച്ചു. ദൈവം ഒരു ചെറിയ പാപത്തിലേക്ക് ഒരാൾ വീണു പോകുമ്പോഴത്തേക്ക് അവനെ ചവിട്ടി താഴ്ത്തുന്നൊന്നുമില്ല.
അവനെ വീണ്ടെടുക്കുവാനും യഥാസ്ഥാപനപ്പെടുത്തുവാനുമായി ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വചനവുമായി അവരുടെ അടുക്കൽ അയക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ വചനം കേട്ടപ്പോൾ അവൻ വചനത്തിന് മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തിയില്ല എന്നാണ് പറയുന്നത്. അതാണ് ആറ്റിറ്റ്യൂഡാണ്. ഫസ്റ്റ് ഇറ്റ് ഈസ് ഡീഡ്സ്, സെക്കൻഡ് ഇറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. പാപം എന്ന് പറയുന്നതിന് രണ്ട് രീതിയിൽ നമ്മളതിനെ കാണണം. ഒന്ന്, ഞാനൊരു പാപം ചെയ്യുന്നത് മാത്രമല്ല, ആ പാപത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് വലിയ വലിയ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമാണ്. ഹൗ ഡു ഐ സീ സിൻ? ഞാൻ പാപത്തെ എങ്ങനെ കാണുന്നു? നമ്മൾ മാക്സിമം പഠിപ്പിക്കുന്നത് പാപം ചെയ്യരുതെന്നാണ്. പാപം ചെയ്യരുത്, അതൊരു കാര്യം. എന്നാൽ പാപത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതിനോടുള്ള എൻ്റെ സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? എൻ്റെ കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂളിൻ്റെ വാർഷികമല്ലല്ലോ, അർദ്ധവാർഷിക പരീക്ഷ നടക്കുകയായിരുന്നു. ഐ തിങ്ക് എല്ലായിടത്തും ഒരുപോലെ നടന്നാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആൾ മറ്റൊരിടത്ത് ഇൻസ്പെക്ഷന് വേണ്ടി പോയി. എന്നിട്ട് ആ പെങ്കൊച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടത്തോടെ അവൾ പറയുന്നത്, ടീച്ചേഴ്സ് ചെന്ന് പിള്ളേർക്ക് കാര്യങ്ങൾ കിശികിച്ച് അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ചോദിച്ചു, ഇതെന്താ ഈ കാണിക്കുന്നത്? എന്നോട് പിള്ളേർക്കൊന്നും അറിയത്തില്ലെങ്കിൽ വേണ്ട, നിങ്ങളെന്തേ കാണിക്കുന്നത്? എനിക്കിത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്ന പറഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് വലിയ കാര്യം. എന്നു ചോദിച്ചു, പാസ്റ്റർ എന്ത് ചെയ്യുന്ന? ചോദിച്ചു. പാസ്റ്റർ മോളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവളോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഈ പറഞ്ഞു കൊടുക്കുന്ന ആരും കാണാതിരിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ സൺഡേ സ്കൂൾ ജയിക്കും. സൺഡേ സ്കൂളിന് കോപ്പി അടിക്കാൻ ടീച്ചർ കൂട്ട് നിന്നിട്ട് പാസ്റ്റർക്കൊന്നും പറയാനില്ലാത്ത സ്റ്റേജ്. അതാ ഞാൻ പറഞ്ഞത്, പാപത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, സൺഡേ സ്കൂളിൽ പിള്ളേർ തോക്കുന്ന തോറ്റോട്ടെ. സൺഡേ സ്കൂളല്ല, സ്കൂളിൽ തോക്കുന്ന തോറ്റോട്ടെ. എന്തിനാ നമ്മൾ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? ഒരു സ്കൂൾ പരീക്ഷ തോക്കുന്നതുകൊണ്ടൊന്നും പിള്ളേർ നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല. നമ്മളാരും തോറ്റിട്ടില്ലാത്തവരാണോ? എല്ലാവരും തോറ്റിട്ടുണ്ട്. എല്ലാവർക്കും പല പരീക്ഷകൾക്കും തോൽവി പറ്റിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ നമ്മൾ ഇന്ന് പട്ടിണി കിടക്കുകയാണോ? ഒന്നും അല്ലല്ലോ. ആണോ? ദൈവാശ്രയമില്ലാതെ എന്ത് സംഭവിച്ചിട്ട് എന്ത് നേടാനാ? ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആവശ്യമില്ലാതെ, ഞാൻ പലപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ MTech എൻജിനീയറായിട്ട് നാസായിൽ വർക്ക് ചെയ്ത് നരകത്തിൽ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം മീൻകൊട്ടയെടുത്ത് ചുമ്മി നടന്ന് സ്വർഗത്തിൽ പോകുന്നതാണ്. അല്ലാതെ എന്ത് കള്ളത്തരം കാണിച്ചും പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. എന്ത് അർത്ഥം ഇതിനകത്ത്? എന്താണ്? വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിൻ? സഭയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? സഭയുടെ ആറ്റിറ്റ്യൂഡ്. ഞാൻ ശരിക്കും എൻ്റെ ഹൃദയം തകർന്ന് തന്നെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പെന്തക്കോസ്തിൽ വരുന്നത് 34 വർഷം മുമ്പാണ്. അന്ന് എൻ്റെ വീട്ടുകാരെല്ലാം ചോദിച്ച കാര്യമുണ്ട്, എടാ നീ എന്തിനാ ഈ പെന്തക്കോസ്തിൽ പോകുന്നേ? അപ്പോൾ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എൻ്റെ വല്യപ്പച്ചൻ്റെ അളിയനാണ്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ കൊച്ചുകുഞ്ഞ് ഉപദേശിക്ക് പെന്തക്കോസ്തിൽ പോകണ്ടായിരുന്നില്ല, പിന്നെ നീ എന്തിനായി പോകുന്നത്? ഞാൻ അന്യഭാഷ പറയുന്ന കാര്യമൊക്കെ പറഞ്ഞു. അത് നീ ഇവിടെയും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നീ പറയണ്ട, നിനക്ക് പറയണേ പറഞ്ഞു, ആര് പറഞ്ഞു പറയണ്ടെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ കാര്യം, അതെ, പെന്തക്കോസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പ മദ്യപാനിയായിട്ട് ഇവിടെ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ കയറി ഇറങ്ങിയിട്ടുള്ള വീടാണ്, ഉപദേശിമാരും എല്ലാവരും. ഒറ്റ ഒരാൾ പോലും ബേബി കള്ളു കുടിക്കുകയാണോ നീ പള്ളി വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പള്ളി പോയിട്ടൊന്നുമില്ല, പക്ഷേ കള്ളു കുടിച്ചത് കൊണ്ട് പള്ളി വരരുതെന്ന് പറഞ്ഞിട്ടില്ല. 34 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ ഒരാളെങ്കിലും പെന്തക്കോസ്തിൽ കള്ളു കുടിക്കുന്നവരത്തിനെ ഒന്ന് കാണിച്ചതാണ്. അന്നത്തെ തിളപ്പിന് ഞാൻ പറഞ്ഞു, അവരെ ഞാൻ മുൻകൈ എടുത്ത് ഞങ്ങളുടെ സഭയിൽ നിന്ന് പുറത്താക്കാം. അന്നത്തെ എൻ്റെ ചിന്ത, കള്ളു കുടിക്കുന്നവനെ എന്ത് ചെയ്യത്തില്ല, സഭയിൽ കയറ്റത്തില്ല. അന്നത്തെ എൻ്റെ ചിന്തയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതാണ് എന്താണ് ഒരു വിശുദ്ധ കൂട്ടായ്മയായിട്ടാണ് ഞാൻ പെന്തക്കോസ്തിനെ അന്ന് കണ്ടത്. പക്ഷേ ഇന്നെങ്ങാണ് ഇവരെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളു കുടിക്കുന്നവനെ സഭയിൽ നിന്ന് പോയിട്ട് കൗൺസിലിൽ നിന്ന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്ത് കാര്യമാണ് ഞാൻ ഇവരോട് പറയുന്നത്? ഇന്നിപ്പോൾ ഞാൻ അവരെന്നോട് ചോദിക്കുകയാണ്, അന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ? വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിൻ? എന്ത് ചെയ്താലും ആരാധിക്കാനും തിരുവത്താഴം എടുക്കാനും കൊടുക്കാനും മടിയില്ലാത്ത നിലയിലേക്ക് നമ്മൾ തകർന്നു പോയെങ്കിൽ ഒരു യഥാസ്ഥാപനം ആവശ്യമാണെന്നുള്ളത് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ സഭയെ ഒരു വിശുദ്ധ സഭയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒന്നാമത് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര തേടി വന്നത്. പക്ഷേ കർത്താവ് രണ്ടാമത് വരുന്നത് പാപികളെ തേടിയല്ല, ശുദ്ധയും നിഷ്കളങ്കയും ഒരു മാലിന്യവും വാട്ടവുമില്ലാത്ത ഒരു മണവാട്ടിയെ തിരക്കിയാണെന്നുള്ളത് നമ്മൾ ആരും മറന്നു പോകരുത്.
ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമായി നമ്മുടെ സഭ മാറേണ്ടത് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നവർ ഒരു യഥാസ്ഥാപനത്തിന് വേണ്ടിയുള്ള വലിയ അഭിവാഞ്ചയോടുകൂടെ ഇന്ന് നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അശുദ്ധി, പാപത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്, പാപം ചെയ്യുക എന്ന് മാത്രമല്ല, പാപം ചെയ്യുന്നവരോട് നമുക്ക് എന്താണ് വഷളന്മാരെ നിന്ദ്യന്മാരായി എണ്ണുക എന്നുള്ള സങ്കീർത്തനത്തിലെ വാക്യം എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഞാൻ പറയുന്നത് അവരെ എന്താണ് ഓടിച്ചു വിടുക എന്നുള്ള അർത്ഥത്തില്ല, പക്ഷേ അത് ദൈവികത അല്ല എന്ന് പറയാനെങ്കിലും, അതാ നിന്ദ്യന്മാരായി എണ്ണുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. വീട്ടിൽ കയറ്റരുതെന്നല്ല. എന്താണ് ഇപ്പോൾ കള്ളുകുടിയൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കയറരുതെന്ന് ഞാൻ പറയത്തില്ല, അങ്ങനെ അതല്ല. ഐ ലവ് ദം, ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത് ദൈവികതയാണെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. കള്ളത്തരം കാണിക്കുന്നവർ, വഞ്ചന കാണിക്കുന്നവർ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർ, സ്നേഹമില്ലാത്തവർ, സ്വാർത്ഥന്മാർ, അധികാരമോഹികൾ, ഇല്ലേ, നരകത്തിൻ്റെ അഗാധതയിലേക്ക് തള്ളിയിടുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്യുന്നവർ, ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന് പറഞ്ഞ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്യുന്നവർ, അവരെ വിശുദ്ധരായി നമ്മൾ കണക്കാക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ ദ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ ബൈബിൾ. ഇറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു ദ ബൈബിൾ. വേദോസപ്രകാരമല്ല. അതുകൊണ്ട് എന്താണ് യെരമ്യാ പ്രവാചകൻ സിദക്കിയാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ വചനങ്ങളുടെ മുമ്പാകെ അവൻ തന്നെ താഴ്ത്തിയില്ല. ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിൻ. എന്ന് തന്നെയല്ല, അടുത്തത് പറയുന്നത് അവൻ യഹോവയിങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതാണ്. ദൈവമായ യഹോവയിങ്കിലേക്ക് തിരിയാതെ വണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കി. അവൻ യഹോവയിങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്തുകൊണ്ട് തിരിഞ്ഞില്ല? അവന് തനിയെ കാര്യങ്ങൾ മാനേജ് ചെയ്യാമെന്നുള്ള ചിന്ത അവന് ഉണ്ടായിരുന്നു. വി വിൽ മാനേജ്, ഐ വിൽ മാനേജ്. അവൻ പറഞ്ഞു ഐ ആം കിങ്, ഐ ക്യാൻ ഡു തിങ്സ്. എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്നായിരുന്നു അവൻ്റെ ചിന്ത. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തില്ല? അവൻ സെൽഫ് റിലയൻ്റ് ആയിരുന്നു. അവനിൽ തന്നെയാണ് ആശ്രയിച്ചത്. അല്ലെങ്കിൽ അവൻ്റെ ഭരണ സിസ്റ്റത്തിലാണ് ആശ്രയിച്ചത്. അവൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള അവൻ്റെ കഴിവിലാണ് അവൻ ആശ്രയിച്ചത്. അവൻ്റെ കാഴ്ചപ്പാടുകളിലാണ് അവൻ ആശ്രയിച്ചത്. ഞാൻ പറയട്ടെ, പണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മളെന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ എന്താ കർത്താവേ ഇക്കാര്യത്തിലുള്ള നിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ ചോദിക്കുകയായിരുന്നു. പരിശുദ്ധാത്മ നിയന്ത്രിതമായ ഒരു സഭയായിരുന്നു നമ്മുടെ സഭ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പെന്തിക്കോസ്ത് സഭ എന്ന് പറയുന്നത് അന്യഭാഷ പറയുന്ന സഭയല്ല. അങ്ങനെയാണെങ്കിൽ അന്യഭാഷ പറയുന്ന ഇഷ്ടംപോലെ ഗ്രൂപ്പുണ്ട്, ഇല്ലേ? പെന്തിക്കോസ്ത് സഭ എന്ന് പറയുന്നത് ആത്മനിയന്ത്രിത അവസ്ഥയിലൂടെ പോകുന്ന സഭയാണ്. പരിശുദ്ധാത്മ നിയന്ത്രിതമായിരിക്കണം എൻ്റെ ജീവിതം, എൻ്റെ സഭയുടെ ജീവിതവും ആത്മനിയന്ത്രിതമായിരിക്കണം. ഞാൻ പറയട്ടെ, സഭയെ നിയന്ത്രിക്കുന്നത് കൗൺസിലല്ല, സഭയെ നിയന്ത്രിക്കുന്നത് കമ്മിറ്റിയല്ല, സഭയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്തിനാണ് കമ്മിറ്റിയും കൗൺസിലെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു ബോഡിയാണ് കൗൺസിലോ കമ്മിറ്റിയോ, അല്ലാതെ തീരുമാനം എടുക്കാനുള്ള ഒരു ബോഡിയല്ല. വേദപുസ്തകം അങ്ങനെ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനത്തെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ് വാസ്തവത്തിൽ എന്ത്? പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കൗൺസിൽ എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ കൗൺസിൽ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തൊന്നുമില്ല. 6 മാസം IPC കൗൺസിലില്ലായിരുന്നു. ഇവിടെ സഭായം നടന്നില്ലയോ? നമ്മുടെ എല്ലായിടത്തും സഭായം നടന്നില്ലയോ? കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സഭായവും നടക്കാതിരിക്കത്തില്ല. ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. പിന്നെ വഴക്കുണ്ടാക്കുന്നവർക്ക് അതൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ ഇതാണ്, ഒരു കൗൺസിൽ സഭയ്ക്ക് ഉണ്ടെങ്കിൽ ആ കൗൺസിൽ എന്തിനു വേണ്ടിയുള്ളതാണ്? പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനത്തെ നിർവഹിക്കുവാനുള്ള നിർവഹണ സംഘമാണ് ഒരു കമ്മിറ്റിയോ കൗൺസിലോ. അത് വേണമെങ്കിൽ. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ആരുടെ ആയിരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ ആയിരിക്കണം. അവൻ യഹോവയിങ്കിലേക്ക് തിരിഞ്ഞില്ല, അവനിലേക്ക് തന്നെ തിരിഞ്ഞു. നമ്മൾ കാലങ്ങളായിട്ട് നമ്മളിലേക്കാണ് തിരിയുന്നത്. നമ്മുടെ സഭകൾ നമ്മളിലേക്കാണ് തിരിയുന്നത്. ഒരു സ്ഥാപനത്തിലൊരു വലിയ പ്രശ്നം ഉണ്ടായ സമയത്ത്, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അതിന് ശേഷം ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ, ഒരു പ്രയാസമുള്ളൂ. ഇങ്ങനൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായപ്പോൾ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം അവർ രാഷ്ട്രീയക്കാരിലേക്കും മറ്റാളുകളിലേക്കും തിരിയുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞ ഇല്ലെങ്കിൽ ബ്രദറെ പ്രയാസമായിരുന്നു, നമുക്കിത് തീർക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് മീഡിയേറ്റേഴ്സായിട്ട് ആരെ വിളിച്ചു? രാഷ്ട്രീയക്കാരെ വിളിച്ചു. അപ്പോൾ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ദൂതന്മാരെ അറിഞ്ഞിരിക്കെ നിങ്ങൾക്ക് നാണമില്ലേ ഇവരെ വിളിച്ച് ഇവരുടെ മുമ്പിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയാനായിട്ട്? അവിടെയാണ് നമുക്ക് യഥാസ്ഥാപനം ആവശ്യമായി വരുന്നത്. വി നീഡ് റെസ്റ്റോറേഷൻ. നമ്മൾ റെസ്റ്റോർ ചെയ്യപ്പെടണം. കാര്യം
ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ ആയിരിക്കുകയാണ്? ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലായിരിക്കുകയാണ്, അവൻ്റെ ഇൻഡിഗ്നേഷൻ്റെ ലോകത്തിലായിരിക്കുകയാണ്. അവിടെ നിന്ന് മടങ്ങി വരവ്, അതാണ് യഥാസ്ഥാപനം. അടുത്തതായിട്ടൂടെ പറയുന്നത് അവൻ്റെ റിബല്യസ്നെസ് ആണ്, അവൻ്റെ മത്സരം, അവൻ ഹൃദയം കഠിനമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് അത് രാജാവിൻ്റെ കാര്യം. പിന്നീട് ഞാൻ പെട്ടെന്ന് പറയട്ടെ, പുരോഹിതന്മാരുടെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, പുരോഹിതന്മാർ അവർ വളരെ അകൃത്യം ചെയ്തു, അവൻ്റെ ആലയത്തെ അശുദ്ധമാക്കിയെന്നാണ്. അവർ വളരെ അകൃത്യം ചെയ്തു. അകൃത്യം മനുഷ്യൻ ചെയ്യുമ്പോൾ അവന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ട പുരോഹിതൻ തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? അകൃത്യം ചെയ്യുന്നത്, ഇല്ലേ? തന്നെയല്ല, ഏതെങ്കിലും എൻ്റെ ജീവിതത്തിലോ ഏതെങ്കിലും ഒരു വസ്തുവോ ഒരു വ്യക്തിയോ അശുദ്ധനായി തീർന്നാൽ അവനെ വിശുദ്ധീകരിക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? പുരോഹിതനുള്ളതാണ്. അവൻ വിശുദ്ധനാണോ അശുദ്ധനാണോ എന്നുള്ളത് തീരുമാനമെടുക്കേണ്ടത് എന്താണ്? പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ്. ഇവര് ഏതെങ്കിലും വസ്തു അശുദ്ധമാക്കുന്നത് പോയിട്ട് അവർ ആലയത്തെ തന്നെ അശുദ്ധമാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നെഹമയാവിൻ്റെ കാലത്തെ കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും ചരിത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ സഭയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പുരോഹിതന്മാർ വളരെ അകൃത്യം ചെയ്തു, ആലയെ അശുദ്ധമാക്കി. അടുത്തതായിട്ട് കാണുന്നത് ജനങ്ങളും ജാതികളുടെ മ്ലേച്ഛതകളെ, അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ജനങ്ങളും ജാതികളുടെ സകല മ്ലേച്ഛതകളും പോലെ അകൃത്യം ചെയ്തു. രാജാവ് തെറ്റ് ചെയ്തു, പുരോഹിതനും തെറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളും നാച്ചുറലി അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സ്റ്റേജാണ്, പുറകെ പോവുകയാണ്. അങ്ങനെ ആകമാനമായി ഈ ഒരു പ്രതിസന്ധി ഉണ്ടായ സാഹചര്യത്തിൽ ദൈവം എന്ത് ചെയ്തു? എന്നിട്ടും ദൈവം അവരോട് സഹതാപം കാണിച്ചെന്ന 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. സഹതപിക്കുന്നവനായ ഒരു ദൈവം. ഞാൻ പറയട്ടെ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ദൈവത്തിന് ദേഷ്യമാണോ സങ്കടമാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ, എൻ്റെ പൂർണ്ണമായ വിശ്വാസം ദേഷ്യത്തെക്കാൾ കൂടുതൽ ഇന്ന് ദൈവത്തിന് എന്താണ്? സങ്കടമാണ്. ദൈവം സങ്കടപ്പെടുകയാണ്, സഹതപിക്കുകയാണ്. എന്നിട്ട് അവൻ ദൂതന്മാരെ അയച്ച്, അല്ലെങ്കിൽ പ്രവാചകന്മാരെ, അല്ലെങ്കിൽ പ്രസംഗകരെ, അല്ലെങ്കിൽ ദൂതുവാഹികളായി അവൻ ആളുകളെ അവരുടെ അടുത്തേക്ക് അയക്കുന്നു. എന്നാൽ അവരെന്താ ചെയ്യുന്നത്? അവരോ അവൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവരുടെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തിയില്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ദൂതന്മാരെ പരിഹസിച്ചു. എന്തുകൊണ്ട് പരിഹസിച്ചു? ആസന്നമായ ദുരന്തമാണ് ഈ പ്രവാചകന്മാരെല്ലാം ചെന്ന് പറഞ്ഞത്. പ്രവാചകന്മാർ, അതായത് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ. അല്ലാത്ത 100 കൂട്ടം ആളുകൾ ചെന്ന് പറഞ്ഞു കാണും, എന്താണ്? നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറയുന്നവരോടൊന്നും ഇവർക്ക് ആരും പരിഹസിച്ചു വിടത്തില്ല. പക്ഷേ ഈ പ്രവാചകന്മാർ ചെന്നിട്ട് എന്താ പറഞ്ഞത്? ഇതാ, നിങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിയുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ വരും. അങ്ങനെ കോപം വന്നു കഴിഞ്ഞാൽ വടക്ക് നിന്ന് നെബൂഖദ്നേസർ രാജാവ് വന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ കൊന്നുകളയും. നിങ്ങളുടെ വൃദ്ധന്മാരെയും നിങ്ങളുടെ പ്രായമായവരെ അവൻ കൊന്നുകളയും. അവൻ നിങ്ങളുടെ സകല സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ യുവാക്കളായ ആളുകളെ അവൻ പിടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പരിഹസിച്ചു. എന്തുകൊണ്ടാണ് പരിഹസിക്കാൻ കാര്യം? പരിഹസിക്കാനുള്ള കാര്യം എന്താണ്? ഇത് നടക്കുമെന്ന് അവർ വിശ്വസിച്ചില്ല, അതേ ഉള്ളൂ. ഇന്നും പറ്റുന്ന പ്രശ്നം അതാണ്. ഇന്നും ഇങ്ങനെ നമ്മൾ പോയാലും നമുക്കൊന്നും പറ്റത്തില്ലെന്നാണ് നമ്മുടെ സഭയിലുള്ള ആളുകളുടെയും മിക്കവരുടെയും ചിന്ത. ഏതെങ്കിലും ഒരാൾ പെട്ടുപിഴച്ച്, ഇല്ല ദൈവം ഇതിൻ്റെ നേരെ കണ്ണടയ്ക്കത്തില്ലെന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ അടുത്ത സമയത്തൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾ പറയും, അയാളെ ഒരു സിനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷൈക തൃക്ക, എന്തിലും ദോഷമേ കാണത്തുള്ളൂ. അയാൾക്കൊരു നല്ല കാര്യം പറയാനുള്ള ഒരു മനസ്സില്ലല്ലോ, ഇല്ലേ? നമ്മളാണെങ്കിൽ സഭായോഗത്തിന് എന്തിനാണ് വരുന്നത്? ഒരു ആശ്വാസത്തിനാണ്. ഒരാഴ്ച മുഴുവൻ കള്ളത്തരവും കാണിച്ച് ബിസിനസ്സും ചെയ്ത് ബിസിനസ്സിനകത്തെല്ലാം കാണിച്ചേച്ച് പിന്നെ എന്തിനാണ് വരുന്നത്? ഞായറാഴ്ച. എന്നോടൊരു ബിസിനസ്സുകാരൻ തന്നെ പറഞ്ഞതാണ്, എൻ്റെ ബ്രദറെ, ഞങ്ങൾ ഈ ഒരാഴ്ചത്തെ ടെൻഷനെല്ലാം കൂടെ കഴിഞ്ഞിട്ട് സഭായോഗത്തിനൊരു ആശ്വാസത്തിന് വരുമ്പോൾ പാസ്റ്റർ പറയാം നിന്നെ കീറിക്കളയുമെന്ന്. ഞങ്ങളത് കേൾക്കാനാണോ വരുന്നത്? ഞാൻ പറഞ്ഞു, പിന്നെന്താ പറയേണ്ടത്? നീ എന്തോ വേണേ കാണിച്ചോ, കുഴപ്പമില്ല, ദൈവം ഇന്ന് രാത്രി വന്നിരിക്കുകയാണ്, നിന്നെ അനുഗ്രഹിക്കാൻ വരികയാണെന്ന് പറയുന്നത്. അത് പറയുന്നത് തന്നെ ആളുമുണ്ട്, ഇല്ലേ? അത് കേൾക്കാൻ നല്ല സുഖമാണ്. അവരെ ആരും പരിഹസിക്കത്തില്ലല്ലോ. പരിഹസിക്കൂ? ആരും പരിഹസിക്കത്തില്ല. ആരെയാണ് പരിഹസിക്കുന്നത്?
ദൈവം നിന്റെ തെറ്റുകളുടെ മേൽ വിലയിടുന്ന, നിന്നെ തൂക്കി നോക്കുന്ന ഒരു ദൈവമാണെന്ന് പറയുമ്പോഴാണ് ആളുകൾ പരിഹസിക്കുന്നത്. അല്ലാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്കെല്ലാം തരും, നിനക്ക് ഇത് കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേത് തരാൻ പോവാണെന്ന് പറഞ്ഞ് ഞാൻ പരിഹസിക്കാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ദൈവം അയച്ച ദൂതന്മാര് അവരോട് ചെന്ന് പറഞ്ഞത് എന്താണ്? പാപത്തിൻ്റെ മേൽ ദൈവം ശിക്ഷ വിധിക്കും എന്നുള്ളതാണ്. അതവർക്ക് വിശ്വാസമുണ്ടായില്ല. വിശ്വാസം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യം യെരമ്യായുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. യെരമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായത്തിൽ യെരമ്യാ ചെന്ന് പ്രവാസം വരുമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ അവരുടെ ഒഫീഷ്യൽ പ്രോഫറ്റ്സ് പറഞ്ഞു, അങ്ങനെ സംഭവിക്കത്തൊന്നുമില്ല. അപ്പോൾ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതോ? അതിന് കാരണമുണ്ട്. അവർ പാപികളാണ്, അവർ സമുദായക്കാരാണ്. ഏത് ഇസ്രായേലിയർ? നമ്മളങ്ങനെയല്ല, നമ്മുടെ യഹൂദന്മാർ. അവർക്ക് ദേവാലയമില്ല, അവർക്ക് വേദോസമില്ല, അവരെല്ലാം സമുദായക്കാരാണ്. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മൾ കർത്താവിൻ്റെ അടുത്ത ആളുകളാണ്, ഇല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് 7-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. എന്താ അതിൻ്റെ അർത്ഥം? യിരെമ്യാ പ്രവാചകൻ നിങ്ങൾ പാപത്തിൽ തുടരുകയാണെങ്കിൽ ദൈവം നിങ്ങളെ പ്രവാസത്തിലേക്ക് വിടുമെന്ന് പറഞ്ഞപ്പോൾ ഒഫീഷ്യൽ പ്രോഫറ്റ് പറഞ്ഞു, അത് നടക്കത്തില്ല. എന്തുകൊണ്ട് നടക്കത്തില്ല? ദൈവത്തിൻ്റെ ആലയം ഇവിടെ ഉള്ളിടത്തോളം കാലം ദൈവം നമ്മളെ ഒന്നും ചെയ്യത്തില്ല. കാര്യം ദൈവത്തിൻ്റെ ആലയമാണ് വലിയത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയം ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദയിലെ ജനം എന്ത് ചെയ്യത്തില്ല? പ്രവാസത്തിൽ പോകത്തില്ല. മറ്റവർ പോകാൻ കാര്യം അവർക്ക് ദേവാലയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ദേവാലയമുണ്ട്, നമുക്ക് ഉപദേശമുണ്ട്, നമുക്ക് അന്യഭാഷയുണ്ട്, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്, നമുക്ക് പാട്ടുണ്ട്, നമുക്ക് ആരാധനയുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല. നമ്മളെല്ലാം പറയുന്നതാണ് നമുക്ക് ആരാധനയുണ്ട്. അവർക്ക് ആരാധനയില്ല ബ്രദറെ. അവർക്ക് വേദോസം അറിയാവോ? അതുകൊണ്ട് അവരെയൊക്കെ പ്രവാസത്തിൽ കൊണ്ടുപോകും, പക്ഷെ നമ്മളെ കൊണ്ടുപോകത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ആരാധിക്കുന്ന നേരമാണ്. യെരമ്യാ പറഞ്ഞു, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നുള്ള വ്യാജവാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. ദൈവം പാപം ചെയ്യുന്ന ജാതിയെ ശിക്ഷ വിധിക്കും. ഇന്നും പെന്തിക്കോസ്തുകാരോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ചരിത്രത്തിലുടനീളം എത്രയോ സഭകളെ ദൈവം കൈവിട്ടു. പാപം ചെയ്ത ജനതയെ ദൈവം ശിക്ഷിച്ചില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പെന്തിക്കോസ്തുകാരൻ പാപം ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമ്മൾ അന്യഭാഷ പറയും എന്നതുകൊണ്ട് നമ്മളോട് ക്ഷമിക്കുമെന്ന്? നെവർ. ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആമോസ് പ്രവാചകൻ പറയുന്നൊരു ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കളെ, സകല ജാതികളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യം സന്ദർശിക്കും. നോക്ക്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ വെറുതെ വിടത്തില്ലെന്ന്. അല്ലാത്തവൻ വല്ല തെറ്റും ചെയ്താൽ ഞാൻ ചിലപ്പോൾ കണ്ണടച്ചെന്നിരിക്കും. പക്ഷേ ഉടമ്പടിയിൽ പ്രവേശിച്ച ജനം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടത്തില്ലെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണെന്ന് അഭിമാനമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് യോജിക്കാത്ത സകലത്തെയും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇഷ്ടികയുടെ എളിച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ ചെത്തിക്കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ സകല കളങ്കങ്ങളെയും പാപങ്ങളെയും ചെത്തിക്കളയുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ മേൽ കോപം ചൊരിയുവാൻ മടിയുണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവർ പ്രവാചകന്മാരെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ചെന്ന പ്രവാചകന്മാർ, അവരെ നിന്ദിച്ച് കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം കോപിച്ചു. ജനം അകൃത്യം ചെയ്തപ്പോൾ ദൈവം സഹതാപം കാണിച്ചു. ദൈവം പാപത്തോടുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് മോശമായപ്പോഴും സഹതാപം കാണിച്ചു. അവർ സ്വന്തം വഴികളിലേക്ക് തിരിഞ്ഞപ്പോൾ സഹതാപം കാണിച്ചു. അവർ റിബല്യസ് ആയപ്പോഴും സഹതാപം കാണിച്ചു. പക്ഷേ അവരുടെ പാപത്തിനെതിരെയുള്ള ദൂതുമായി ദൈവം അയച്ച പ്രവാചകന്മാരെ നിന്ദിച്ച് പുറത്താക്കി കളഞ്ഞപ്പോൾ ദൈവം കോപിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ്റെ നിന്ന വളർന്ന് ഉപശാന്തിയില്ലാത്ത ദൈവകോപം ജ്വലിക്കുവോളം വളർന്നു. ഉപശാന്തി ഇല്ലാതെ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി ഉണ്ട് എല്ലാ കാര്യത്തിനും. ദൈവം ഒരു പാപം നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് നമ്മളെ എക്സ്പോസ് ചെയ്യാൻ എന്നറിയാമോ? മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. അതിനർത്ഥം ആ പാപം വീണ്ടും ചെയ്യാമെന്നല്ല, എപ്പോൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ദൈവം നോക്കിയിരിക്കുകയാണ്. എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്.
യൂദായുടെ ലേഖനം 23 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, സ്റ്റേ വിതിൻ ദ ബൗണ്ടറി വേർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലസ് യു. ഞാൻ എൻ്റെ പാരഫ്രൈസ് വേർഷനാണ് പറഞ്ഞേ. സ്റ്റേ വിതിൻ ദ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിങ്ങളെ എത്തിപ്പിടിക്കാവുന്ന ഒരു ദൂരമുണ്ട്. ആ ദൂരത്തിന് അപ്പുറത്തോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൈവത്തിന് നിങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്റ്റേജ് വന്നേക്കാം, അല്ലെങ്കിൽ ദൈവത്തെ എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ഒരു സ്റ്റേജ് വന്നേക്കാം. ഞാനൊരു നീന്തുന്ന വ്യക്തിയാണെങ്കിൽ ഞാനിപ്പോൾ കടലിൽ നീന്താൻ പോകുകയാണെന്ന് വെച്ചോ, എനിക്ക് 1 കിലോമീറ്റർ നീന്താനുള്ള അതിനുള്ള സ്റ്റാമിന എനിക്കുണ്ടെങ്കിൽ ഞാൻ 1/2 കിലോമീറ്ററേ നീന്താവും. കാര്യം 1/2 കിലോമീറ്റർ കഴിഞ്ഞ് നീന്തുന്ന ഓരോ ഇഞ്ചും അപകടമാണ്. കാര്യം എനിക്ക് തിരിച്ച് കരയിലേക്കും 1/2 കിലോമീറ്റർ നീന്തേണ്ടി വരുമെന്ന് മറന്നു പോകരുത്. 1/2 കിലോമീറ്ററിലെ ആ പോയിന്റിന് പറയുന്ന വാക്ക് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നാണ്. ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു വരാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോഴും നീന്തുന്നുണ്ടല്ലോ എന്നാണ്. പക്ഷേ എൻ്റെ പൂർണ്ണമായ ചിന്ത, നമ്മുടെ സഭകളിൽ തന്നെ പല ആളുകളും പോയിന്റ് ഓഫ് നോ റിട്ടേൺ കഴിഞ്ഞിട്ട് വീണ്ടും നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നത് മടങ്ങി വരാമെന്നാണ്. പക്ഷേ ദേ ഹാവ് ക്രോസ് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. അത് സംഭവിക്കാതിരിക്കാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിങ്ങളെ എത്തിപ്പിടിക്കാവുന്ന ആ പരിധിക്കുള്ളിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. ദൈവകോപം അവരുടെ മേൽ ചൊരിഞ്ഞു. അവിടെയാണ് അടുത്ത അതിൻ്റെ പ്രവൃത്തി കാണുകയാണ്. അങ്ങനെ കോപം വന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവം കോപിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് 17-ാമത്തെ വാക്യത്തിൽ, അവൻ കൽദയുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. കൽദയുടെ രാജാവ് വരികയല്ല, ദൈവം എന്ത് ചെയ്തു, വരുത്തി. ദുരന്തം ദൈവം വരുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദുരന്തം ദൈവം വരുത്തുമോ? യെസ്, ദൈവം വരുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രവൃത്തിയുടെ പിന്നിലും ഒരു ദൈവപ്രവൃത്തിയാണ്, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ചരിത്രത്തിന് നമ്മൾ മാനുഷികമായ ഒരു ഉത്തരം കണ്ടെത്താനാണ് പരിശ്രമിക്കുന്നത്. പക്ഷേ ആത്മീയൻ്റെ രീതി അതല്ല. ചരിത്രത്തിലൊരു ദൈവിക സ്പർശനം കണ്ടെത്തുന്നതാണ് ഒരു ആത്മീയൻ്റെ രീതി എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏത് ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ദൈവത്തിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ടാകണം. അതിന് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ ബിലയാം. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എന്താണ്, ബിലയാമിൻ്റെ കഴുത എന്ത് ചെയ്തു, അത് മുന്നോട്ട് പോകുന്നില്ല. മുന്നോട്ട് പോകാഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുകയാണ്, അടിക്കുകയാണ്. അതിന് ഇടത്തോട്ട് പോകാൻ പറ്റുന്നില്ല, വലത്തോട്ട് പോകാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കമന്ന് താഴെ വീണ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ നീ കാണിക്കുന്നത്, നീ എന്തിനാ എന്നെ അടിക്കുന്നത്? അപ്പം പറഞ്ഞു, എന്തിനാ അടിക്കുന്നതെന്നോ, എന്നെ അനുസരിക്കാതെ നിന്നെ അടിക്കുകയല്ല, പിന്നെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും നാളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടെന്ന് നീ ചിന്തിക്കേണ്ടതല്ലേ? കഴുത ചോദിക്കുന്ന ചോദ്യം അതാണ്. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ദൈവികത നീ കാണേണ്ടതല്ലേ? അത്രയും കണ്ണ് നിനക്ക് തുറക്കത്തില്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നന്മകളിലും തിന്മകളിലും നമ്മൾ എന്ത് കണ്ടെത്തണം? അതിനകത്തെ ദൈവികത കണ്ടെത്തണം. God, the disasters, most of the time, disasters, it is a language of God. അത് ദൈവത്തിൻ്റെ ഒരു ഭാഷയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കഴുതയ്ക്ക് കാണാൻ പറ്റി കർത്താവിൻ്റെ ദൂതൻ നിൽക്കുന്നത്, ഇവന് കാണാൻ പറ്റുന്നില്ല. കാരണം അവൻ അന്വേഷിച്ചില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഒരു ബിസിനസ് പൊട്ടുമ്പോൾ നമ്മൾ പറയുന്നത്, ഞാനത് ശരിയായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കള്ളത്തരം കാണിച്ചായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെയും, അത് ഞാൻ ടാക്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തതാണ് പ്രശ്നമെന്ന് നമ്മൾ പറയുന്നത്. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ നമ്മൾ പറയുന്നത് എന്താണ്, അത് എൻ്റെ പെർഫോമൻസിനകത്ത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കേണ്ടതായിരുന്നു. ഏതിനും നമ്മൾ കണ്ടെത്തുന്നത് ഒരു റീസൺ, ഒരു മാനുഷികമായ റീസണാണ് കണ്ടെത്തുന്നത്. പക്ഷെ ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിലെ ഏത് സംഭവത്തിലും ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഗോഡ്സ് ലാംഗ്വേജ്. നമ്മുടെ ഭവനത്തിലെ ഒരു പരാജയം, ഒരു പരാധീനത, നമ്മുടെ ജീവിതത്തിലെ ഒരു പരാധീനത, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരു ദൈവത്തിൻ്റെ ഭാഷയുണ്ട്, നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവിക പാതയിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കർത്താവിനെ ചോദിക്കും, എന്താ കർത്താവേ നീ ഇതിലൂടെ എന്നെ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കണം. കൽദയുടെ രാജാവിനെ കർത്താവ് വരുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം വരുത്തി. ദുരന്തങ്ങൾ ദൈവം വരുത്തുന്നു, പ്രതിസന്ധികൾ ദൈവം വരുത്തുന്നു, ദൈവം വാതിലുകളെ അടയ്ക്കുന്നു, ദൈവം വാതിലുകളെ തുറക്കുന്നു. ഒരു വാതിൽ തുറന്നാലും അത് തന്നെ നമ്മൾ ചോദിക്കേണ്ടത്, കർത്താവേ എന്താ എനിക്ക് ഒരു രീതിയിലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഈ ജോലിയിലേക്ക് നീ എന്തിനാ എന്നെ വലിച്ചു കൊണ്ടിട്ടിരിക്കുന്നത്? എന്താ നിൻ്റെ ലാംഗ്വേജ്? അല്ലേ?
ദുരന്തം വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലും കർത്താവിനോട് ചോദിക്കണം, എന്താ നിൻ്റെ ലാംഗ്വേജ്, എന്താ നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ നീ എന്നോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാൻ കഴിയണം. നമ്മുടെ നന്മകളിലും തിന്മകളിലുമെല്ലാം നോക്കുക. കൽദയുടെ രാജാവ് അവിടെ വരുത്തിയതായ ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 17-ാം വാക്യത്തിൻ്റെ, അതായത് 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒന്നാമത്തെ കാര്യം, അവൻ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു. 18-ാം വാക്യത്തിൻ്റെ എഴുതിയിരിക്കുന്നത് അവൻ ഭണ്ഡാരം മുഴുവൻ കൊണ്ടുപോകുന്നതായിട്ടാണ്. 17-ാം വാക്യത്തിൽ അതുകൊണ്ട് അവൻ കൽദയ രാജാവിനോട് മേലെ വരുത്തി അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. യങ് ജനറേഷനിൽ മസിൽ പവറുള്ള യുവാക്കളായ എല്ലാവരെയും അവൻ വാൾ കൊണ്ട് കൊന്നു. എന്താണെന്നറിയാമോ? ഇനി ഒരു യുദ്ധം ചെയ്യാനുള്ള ഇവരുടെ എല്ലാ കഴിവുകളെയും നശിപ്പിക്കാനാണ് കൽദയ രാജാവ് പരിശ്രമിക്കുന്നത്. പിശാച് എപ്പോഴും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. പിശാച് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്നത് തന്നെയല്ല, അട്ടർലി ഡിസ്ട്രോയ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒറീസയിലെ നമ്മളുടെ വീട് നഷ്ടപ്പെട്ടവരുടെ വീടുകൾ, അവരുടെ ഗ്രാമങ്ങൾക്കകത്ത് ഞാൻ കയറിപ്പോയി. അവർക്ക് പോലും പോയി കാണാൻ പറ്റിയിട്ടില്ല. കാര്യം അതുപോലെ പ്രതിസന്ധികൾ ഇപ്പോഴും നിൽക്കുന്നതാണ്. ദൈവം തന്ന ഒരു ധൈര്യത്തിന് ഞാൻ ഇവരുടെ ഗ്രാമങ്ങൾക്കകത്ത് അവരുടെ വീടുകളൊക്കെ കാണാനായിട്ട് കടന്നുപോയി. അവർ വീട് പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നത് ഇറിപ്പയറബിൾ ആയിട്ടാണ്. അതായത് ഇനി ഇവൻ മടങ്ങി വന്ന് ഇത് പണിയാൻ പാടില്ല എന്ന നിലയിൽ നല്ല കെട്ടിടങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒറീസയിലെ എല്ലാവരും വെറും പാവങ്ങളൊന്നും അല്ല. 2000-3000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടുകൾ, പലത് തകർക്കപ്പെട്ട വീടുകൾ ഞാൻ പോയി കണ്ടു. ഇറിപ്പയറബിളായിട്ട് അവർ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. പിശാച് എപ്പോഴും ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണ്? ഒന്നുകൂടെ പണിയാൻ കഴിയാത്ത നിലയിൽ തകർക്കുക. അതുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്തിരിക്കുന്നത്? യൗവനക്കാരെ മുഴുവൻ വാൾ കൊണ്ട് കൊന്നു. ഇനി എന്തെങ്കിലും ഒരു റിബല്യൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ റിബല്യനിൽ എന്താണ്? യുദ്ധം ചെയ്യാൻ ആയുധബലമുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല. 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൻ്റെ രണ്ടാമത് അവർ എഴുതിയിരിക്കുന്ന യഹോവയുടെ ആലയത്തിൻ്റെ ഭണ്ഡാരവും രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. സെൻട്രൽ ട്രഷറി മാത്രമല്ല, അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ട്രഷർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ദേവാലയമാണ്. രണ്ടാമത് രാജാവിൻ്റെ സെൻട്രൽ ട്രഷറി, പ്രഭുക്കന്മാരുടെ ട്രഷറി അവൻ കൊള്ളയടിച്ചു. അതിൻ്റെ അർത്ഥം ദേവാലയവും സെൻട്രൽ ട്രഷറിയും ഓരോ ജില്ലകളിലുമുള്ള മുഴുവൻ ഭണ്ഡാരങ്ങളും അവൻ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്ക് മണി പവർ എന്ന് പറഞ്ഞൊന്ന് ഇല്ല. മസിൽ പവർ പോയി, മണി പവർ പോയി. 19-ാം വാക്യത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്, അവർ ദേവാലയം ചുട്ടു, യെരുശലേമിൻ്റെ മതിലിടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. ഇനി 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അസാമാന്യമായ കഴിവുള്ള വ്യക്തികൾ, അതായത് ബാബിലോണിൽ നിന്ന് വന്ന പടയാളികളോട് എതിർത്ത് നിൽക്കാൻ ശേഷിയുള്ളതായ വ്യക്തികൾ ആരൊക്കെയാണോ അവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി. ഏറ്റവും കഴിവുള്ളവരെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി. മസിൽ പവറുള്ളവരെ എല്ലാം കൊന്നു, ഏറ്റവും കഴിവുള്ളവരെ പിടിച്ചുകൊണ്ടുപോയി. വാഴിനാൽ വീഴാത്തവരായ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അവരെ അടിമകളാക്കുകയാണ് ചെയ്യുന്നത്. ജെറമ്യായുടെ പുസ്തകത്തിൽ അതിൻ്റെ 38-ാം അധ്യായം വായിക്കുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആയിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. ചാപ്റ്റർ 38 ജെറമ്യായുടെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ നഗരങ്ങളിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും, കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അതായത് യെരുശലേമിലെ ജനങ്ങൾ വളരെ ഒരു പരിധിവരെ നിസാരന്മാരായിപ്പോയി. കാര്യം ദേ ഹാവ് നോ മസിൽ പവർ, ദേ ഹാവ് നോ മണി പവർ, ദേ ഹാവ് നോ ബ്രെയിൻ പവർ. കാര്യം ബ്രെയിനി ആയിട്ടുള്ള ആളുകളെ എല്ലാം അവൻ ട്രാൻസ്ഫർ ചെയ്തെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൽദയരുടെ പട്ടണത്തിൽ അല്ലെങ്കിൽ കൽദയരുടെ അവിടോട്ട് പോയ ആളുകളെയാണ് വാസ്തവത്തിൽ നല്ല ആളുകളായിട്ട് അല്ലെങ്കിൽ കഴിവുള്ള ആളുകളായിട്ട് കാണുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയുള്ള ടെക്നീഷ്യൻസിനെ എല്ലാം അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. 24-ന്റെ 14 എല്ലാ യെരുശലേമ്യരെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. പ്രഭുക്കന്മാരായ ആളുകൾ, ആശാരിമാര്, കൊല്ലന്മാര്, ഇവരെ എല്ലാം ബദ്ധരാക്കി പിടിച്ചുകൊണ്ടുപോയി. അതിന്റെ അർത്ഥം ഇനി ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ആളില്ല, പണി നടത്താനായിട്ട് ആളില്ല. അന്നത്തെ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് ആശാരിമാരും കൊല്ലന്മാരുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ
സയൻറ്റിസ്റ്റുകളെയും അല്ലെങ്കിൽ അതുപോലെയുള്ള കഴിവുള്ളവരായ ആളുകളെ അല്ലെങ്കിൽ ബ്രെയിൻ പവർ എല്ലാം ട്രാൻസ്ഫർ ചെയ്തെന്നതിൻ്റെ അർത്ഥം ഇവർക്ക് വീണ്ടും ഒരു രീതിയിലും ഒരു മടങ്ങിവരവ് സാധ്യമാകാതിരിക്കേണ്ടതിന് എല്ലാ രീതിയിലും അവരെ തകർത്ത് കളയാനുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം. 70 വർഷം അവർ ഈ രീതിയിൽ കഴിഞ്ഞു നമ്മൾ കാണുന്നത്. അപ്പോൾ 70 വർഷം കൂടെ കഴിഞ്ഞതോടുകൂടി അവർക്ക് മടങ്ങി ചെല്ലുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിന്ന് പോലും പോയി. അങ്ങനെയുള്ള അവരുടെ ഒരു വിലാപമാണ് നമ്മൾ 74-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. അതിൻ്റെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നിത്യശൂന്യങ്ങളിലേക്ക്, പെർപ്പച്വൽ റൂയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവെച്ച് പതനം നടക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിലേക്ക് എന്നാണ് അവിടെ ഈ പ്രവാസത്തിലിരിക്കുന്ന ജനങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവുമില്ല. നിത്യശൂന്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാലടി വെക്കണമേ. വൈരികൾ നിന്റെ സമാഗമന സ്ഥലങ്ങളുടെ നടുവിൽ അലറുന്നു, തങ്ങളുടെ കൊടികളെ അവർ അടയാളമായി നാട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഒറീസയിലെ ഞാൻ ഈ പോയ ഗ്രാമങ്ങളിലെല്ലാം കണ്ട ഒരു കാര്യമുണ്ട്. ഹിന്ദു ഭവനങ്ങളുടെ മുമ്പിലെല്ലാം അവരുടെ അടയാളമായിട്ട് കൊടി നാട്ടിയിരിക്കുകയാണ്. ആ ഭവനങ്ങളെ അവർ ആക്രമിക്കത്തില്ല. ആ കൊടി നാട്ടാൻ തയ്യാറാകാത്തവരുടെ വീടുകളാണ് അവർ കത്തിച്ച് കളയുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ അവര് അധീനതയിലാക്കി. പള്ളിയുടെ മുകളിൽ ഒരു കൊടി നാട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ട പല പൊളിച്ച പള്ളിയുടെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരുടെ കൊടി കൊണ്ട് നാട്ടിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു അസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കൊടി നാട്ടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, അവകാശം സ്ഥാപിക്കുക എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് അവർ തങ്ങളുടെ കൊടികളെ അവർ അടയാളത്തിനായി നാട്ടിയിരിക്കുന്നു. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തന്നെ ഇതാ അവർ മഴുകൊണ്ടും ചുറ്റികൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ തീവച്ചു, തിരുനാമത്തിൻ്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. നാം അവരെ നശിപ്പിച്ചു കളയുമെന്ന് അവർ പറഞ്ഞു, ഉള്ളം കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ താഴെ പറയുന്ന, ദേശത്തിൽ ദൈവത്തിൻ്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. ഞങ്ങൾ യഹൂദന്മാരാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അടയാളം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ സമ്പൂർണമായി ഞങ്ങളുടെ ദേശത്തെ അവർ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതിനോട് ചേർന്ന് പറയുന്ന വാക്ക്, യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല, ഇത് എത്രത്തോളം എന്നറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. അതായത് ഒരു ഹോപ്പ് കൊടുക്കാനായിട്ട്, സാരമില്ല നാളെ ദൈവം പ്രവർത്തിക്കും. നമുക്ക് എത്ര പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മൾ ആളുകളോട് പറയുന്നുണ്ട്, എന്താണ് ദൈവം പ്രവർത്തിക്കും മോനെ എന്ന് പറയാൻ. പക്ഷേ ഇവർ പറയാണ്, അങ്ങനെ നാളെ യെരൂശലേം പുതുക്കി പണിയുമെന്ന് ഒരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രവാചകൻ ഒരു പ്രവചനം നടത്തുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഏറ്റവും നിരാശയുടെ അഗാധകൂപത്തിൽ വീണ് കിടക്കുന്നതായ ഒരു ജനമാണ് ഇസ്രായേലരുടെ. പരിതാപകരമായ ജീവിതത്തിൽ നിരാശിതരായി പ്രതീക്ഷ അസ്തമിച്ച സമയത്ത് അപ്പോഴാണ് ഒരു യഥാസ്ഥാപനത്തിനായി ദൈവം നെഹമ്യാവിനെ എഴുന്നേൽപ്പിക്കുന്നത്. എല്ലാം നന്നായിരിക്കുമ്പോൾ പണിയാൻ എളുപ്പമാണ് അല്ലേ? അപ്പോൾ പണിയാൻ ഒത്തിരി പേർക്ക് താല്പര്യം കാണുമായിരിക്കും. പക്ഷേ പ്രതീക്ഷകളില്ലാത്ത നിലയിൽ ഇനി ഒരിക്കലും മടങ്ങി വരാൻ കഴിയുകയില്ല എന്ന് അവർ ചിന്തിച്ചിരിക്കുന്നതായ സമയത്ത് അപ്പോൾ ദൈവം നെഹമ്യാവിനെ അവരുടെ യഥാസ്ഥാപനത്തിനായി ഒരുക്കുകയാണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ നെഹമ്യാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഓർക്കണം. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നെഹമ്യാ പറയാണ്, ഞാൻ രാജാവിൻ്റെ പാനപാത്ര വാഹകൻ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ, ഓക്കെ, രാജാവിന് വെള്ളം എടുത്തു കൊടുക്കുന്ന പാർട്ടി, ഇത്രയേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ പേർഷ്യൻ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വെള്ളം എടുത്തു കൊടുക്കുന്ന ആളോ വീഞ്ഞ് പകർന്നു കൊടുക്കുന്ന ആളോ അല്ല. അതിനപ്പുറത്ത് ഞാനതിനെക്കുറിച്ച് ചെറിയ സ്റ്റഡീസ്, ഞാനതിനെക്കുറിച്ച് പല പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മനസ്സിലാക്കുന്നത്, ഒന്ന്, അവർ വൈൻ ടേസ്റ്റേഴ്സാണ്. രാജാവിൻ്റെ വൈൻ അവരാണ് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. രാജാവിന് ഏറ്റവും വിശ്വാസമുള്ളത് ഇവരെയാണ്. കാര്യം ഇവർ വൈൻ ടേസ്റ്റ് ചെയ്യുന്നതിനകത്ത് എന്താണ്, ഇവർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും രാജാവിനെ പോയിസൺ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് രാജാവിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രമേ, സൗഹൃദ ബന്ധമുള്ള ആളുകളെ മാത്രമേ ഇവർ കപ്പ് ബെയറേഴ്സായിട്ട് വെക്കത്തുള്ളൂ. ഇനി പേർഷ്യൻ രാജ്യത്ത്, അതിനെക്കുറിച്ച് ഒരു ബുക്കിനകത്ത് ഞാൻ വായിച്ചത്, ഏറ്റവും ഇൻഫ്ലുവൻസ്, രാജാവിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ കപ്പ് ബെയറേഴ്സാണ്. അവർ രാജാവിൻ്റെ ഉപദേഷ്ടാക്കന്മാരാണെന്നാണ് പറയുന്നത്. രാജാവ് ഭരണകാര്യങ്ങൾ നടത്തുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന, അതായത് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ, ഒരു പ്രസംഗം സെക്രട്ടറിയെ കൊണ്ട് എഴുതി വായിപ്പിക്കാം, പക്ഷേ മുന്നിലൊരു പ്രതിസന്ധി വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ രാജാവ് കൗൺസിൽ ചോദിക്കുന്നത് ഈ കപ്പ് ബെയററോടാണ്, എന്താ അത് ചെയ്യേണ്ടത്.
അപ്പോൾ രാജാവിനെ എല്ലാ സമയത്തും ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരാണ് വാസ്തവത്തിൽ കപ്പ് ബെയറേഴ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഈ പേർഷ്യൻ കിങ്സിനെ കുറിച്ചുള്ള, പേർഷ്യൻ എംപയറിനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ദേ ഹാഡ് മോർ ഇൻഫ്ലുവൻസ് ദാൻ ദി ചീഫ്റ്റൈൻസ് ഓഫ് ദി ആർമി എന്നാണ്. അവിടുത്തെ സൈന്യാധിപന്മാരെക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് രാജാക്കന്മാരിൽ ഉണ്ടായിരുന്നത് ഈ കപ്പ് ബെയറേഴ്സിനായിരുന്നു. അവർ പറയുന്നതിനപ്പുറത്ത് രാജാവ് ഒന്നും ചെയ്യത്തില്ല. അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് കപ്പ് ബെയറർ എന്ന് പറയുന്നത്. അപ്പോൾ രാജാവിന് ഉപദേശം കൊടുക്കാൻ കഴിവുള്ള ആളുകൾ, ശരിക്കും പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയ ആളുകളെക്കുറിച്ച് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമുക്കറിയാമല്ലോ, അവിടെ എങ്ങനെയുള്ള ആളുകളെയാണ് പിടിച്ചുകൊണ്ട് പോയെന്നോട് പറയുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. അപ്പോൾ രാജാക്കന്മാർക്ക് ഉപദേശം കൊടുക്കാൻ കഴിവുള്ളത്ര ജ്ഞാനികളായ യുവാക്കളെയാണ് ബാബിലോണിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത്. അവരിൽപ്പെട്ട ആളാണ് ആരും? നെഹമയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെഹമയ ഒരു പാവം പിടിച്ച വെള്ളം എടുത്തു കൊടുക്കുന്ന ഒരു പാനപാത്രവാഹകൻ എന്ന നിലയിൽ നമ്മൾ കാണുന്നതിനകത്ത് അർത്ഥമില്ല. ഹീ വാസ് ഹോൾഡിങ് എ ഗ്രേറ്റ് ബിഗ് പൊസിഷൻ ഇൻ ശൂഷൻ രാജധാനിയിലെ, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഒരു വലിയ ഒരു പൊസിഷൻ, ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പൊസിഷൻ നേടിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നെഹമയ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നെഹമയ വാസ്തവത്തിൽ ഒരു ദുരിതത്തിലല്ല, ദുഃഖത്തിലല്ല, പ്രയാസത്തിലല്ല. ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഈ ബാബിലോണിലേക്ക് പോയ ആളുകൾ വലിയ ദുരന്തം അനുഭവിച്ചില്ല. കാര്യം അവർ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും, അവർക്ക് നല്ല ജോലി കിട്ടി, നല്ല പൊസിഷനിൽ വന്നു. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നത് പോലെയാണ് വാസ്തവത്തിൽ യെരുശലേമിൽ നിന്ന് ഇവർ ബാബിലോണിലേക്ക് പോയത്. കോട്ടയം പോലെയൊക്കെ ഉള്ളൂ വാസ്തവത്തിൽ യെരുശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്കുള്ള വലിപ്പവും അത്രയ്ക്കുള്ള സ്കോപ്പേ ഉള്ളൂ. എന്നാൽ നല്ല കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂയോർക്കിലേക്കോ വാഷിങ്ടണിലേക്കോ അല്ലെങ്കിൽ സിലിക്കൺ വാലിയിലേക്കോ ഒക്കെ പോകുമ്പോഴത്തേക്ക് ദേ ആർ ഗെറ്റിംഗ് ബെറ്റർ ജോബ്സ്, ഇല്ലേ? നല്ല ജോലിയും മറ്റുള്ള കാര്യങ്ങളും. ഇതുപോലെ ജെറമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ, പ്രവാസത്തിൽ കഴിയുന്ന ജനങ്ങളാണ് കഷ്ടം അനുഭവിച്ചത്, അല്ലാതെ പ്രവാസത്തിൽ പോയ ജനങ്ങളല്ല. പ്രവാസത്തിൽ പോയ ജനങ്ങൾ നല്ല ജോലിയുള്ളവരും നല്ല കഴിവുള്ളവരും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുമായിരുന്നു. കാര്യം കഴിവുള്ളവരെ പ്രത്യേകം അവർ പിടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ നെഹമയ വളരെ നല്ല രീതിയിൽ കഴിയുന്നതായ ഒരു സാഹചര്യത്തിൽ നെഹമയായുടെ മനസ്സിൽ അവൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളെക്കാളും വലുതായിട്ട് അവൻ സൂക്ഷിച്ചത് യെരുശലേമിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അവിടെയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം നമ്മൾ നെഹമയാവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെഹമയായിക്ക് വേണമെങ്കിൽ ആശ്വസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവന് പറയാം, ദൈവത്തിൻ്റെ കരുണമുണ്ട്, ദൈവം എനിക്ക് നല്ലൊരു ജോലി തന്നിട്ടുണ്ട്. രാജാവ് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, രാജാവ് നോക്കിയപ്പോൾ ഇവൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട്, ഒരു സാധാരണ ജോലിക്കാരൻ പാനപാത്രവാഹൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രാജാവ് ശ്രദ്ധിക്കും? ഇല്ല. രാജാവ് എന്ത് ചോദിക്കുന്നത്? എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത്? ഇത് മനോവിഷമമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. എന്തുവാടാ നിന്റെ ഹൃദയത്തിൽ ഇത്ര പ്രയാസം? എന്നോട് പറ എന്നൊക്കെ പറയത്തക്ക നിലയിൽ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി, രാജ്ഞിയും കൂടെ പറയുക, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ മോനെ, നിന്നെ വിടുന്നത് ഞാൻ ബുദ്ധിമുട്ടാ, എന്നാലും നിനക്ക് പോകണോ? പോയി ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് വാ. എത്ര കാലം എടുക്കും? നീ എന്നാ തിരിച്ചു വരാൻ പറ്റുന്നത്? ഞാനൊരു അവധി ചോദിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം എത്ര ഇൻഫ്ലുവൻസ് നെഹമയാവിന് രാജധാനിയിൽ ഉണ്ടായിരുന്നു, രാജാവിനുണ്ടായിരുന്നെന്ന്. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള നല്ല കമ്പയറേഴ്സൊക്കെ ഭയങ്കര സാലറി ഉള്ള വ്യക്തികളാണ് അവർ. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു കാരണവശാലും രാജാവിന് എതിരാകാൻ പാടില്ല എന്ന് രാജാക്കന്മാർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും എന്തും അവർക്ക് കൊടുത്തിരുന്നു. പണം, അതുപോലെയുള്ള സുഖസൗകര്യങ്ങൾ, എന്തും. കാര്യം ഇവരുടെ കയ്യിലാണ് രാജാവിൻ്റെ ജീവൻ വാസ്തവത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ നല്ല സാമ്പത്തിക കാര്യങ്ങളും നല്ല പശ്ചാത്തലവും ഇൻഫ്ലുവൻസും എന്ന് തന്നെയല്ല, നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് വായിക്കുന്നൊരു കാര്യമുണ്ട്. എങ്ങനെയാണ്, എന്ത് കാര്യത്തിലാണ് രാജാവ് ഇവരെ പറഞ്ഞുവിടുന്നത്, അല്ലെങ്കിൽ നെഹമയാവിനെ യെരുശലേമിൽ പറഞ്ഞുവിടുന്ന അറിയാമോ? അത് നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഹി വാസ് ദ ഗവർണർ. അവൻ ദേശാധിപതിയായിട്ടാണ് ചെല്ലുന്നത് എന്നാണ് കാണുന്നത്. അവൻ ഗവർണറായിട്ടാണ് അവിടെ ചെല്ലുന്നത്. ദേശാധിപതിക്കുള്ള വരുമാനം ഞാൻ അവരോട് വാങ്ങിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഹി വാസ് എ ഗവർണർ. അപ്പോൾ അത്രയ്ക്കും കഴിവുള്ളതായ, അത്രയ്ക്കും പണമുള്ളതായ, അത്രയ്ക്കും പദവികളുള്ള നല്ല പൊസിഷനിലിരിക്കുന്ന നെഹമയ ഇതിനകത്തൊന്നിലും രസിക്കാതെ അവൻ്റെ മനസ്സിൽ എന്തേ ഉള്ളൂ? എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം. അതേ ഉള്ള അവൻ്റെ മനസ്സിലെ ചിന്ത. അവൻ്റെ
സുഖസൗകര്യങ്ങളെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത. ക്രിസ്ത്യാനിത്വം ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. വ്യക്തികളായിട്ടാണെങ്കിലും വിളിച്ചാക്കുന്നത് ഒരു സമൂഹത്തിലേക്കാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മീയത ഞാനും ദൈവവും തമ്മിലുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും മാറാനായിട്ട് കഴിയത്തില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയത അവൻ്റെ സഭയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള ചിന്ത, കൺസേൺ അവൻ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയെ മാത്രമേ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുള്ളൂ. ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി. നെഹമയ അവൻ്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവൻ സ്പിരിച്വലുമാണ്. അവനെല്ലാം ഉണ്ടെന്ന് തന്നെയല്ല, അവൻ ആത്മീകനുമാണ്, അവൻ ദൈവത്തോട് നല്ല ബന്ധമുള്ളവനാണ്. പക്ഷേ അവൻ്റെ ജനങ്ങൾ യെരൂശലേമിൽ തകർച്ചയിലാണെന്നുള്ള തിരിച്ചറിവ് അവൻ്റെ എല്ലാ സുഖസൗകര്യങ്ങൾക്കും അപ്പുറത്തും മനോവിഷമം നിറയ്ക്കത്തക്ക രീതിയിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ കാരണം അവൻ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയിലല്ല, വ്യക്തിഗത ആത്മീയതയിലല്ല, സാമൂഹികമായി ദൈവം അവനെ ആക്കിയിരിക്കുന്ന അവൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. സഭയെക്കുറിച്ച്, സഭയ്ക്ക് പറ്റുന്ന പാളിച്ചകളെക്കുറിച്ച്, സഭയുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചേ പറ്റൂ. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. അങ്ങനെ ഇവൻ അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, നെഹമ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു, ഞാൻ അവരോട് പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും ചോദിച്ചു. ഹനാനിയും അല്ലെങ്കിൽ അവൻ്റെ കസിൻ ആയിരിക്കണം, സ്വന്തം സഹോദരൻ എന്നതിനെക്കുറിച്ച് ഒരു പക്ഷേ അവൻ്റെ കസിൻ ആയിരിക്കും. അവൻ്റെ കസിൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നു, യെരൂശലേമിൽ പോയിട്ട് തിരിച്ചു വന്നു. അതിൻ്റെ കൂട്ടത്തിൽ യെരൂശലേമിൽ നിന്ന് ചില ആളുകളോട് വന്നു. ഇതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഹനാനി അവിടെ യെരൂശലേമിലെ ആളല്ല, അവൻ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നെഹമയ ഓടിച്ചെന്ന് ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മോനെ ഹനാനി, നീ പോയപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അവിടെ നല്ല ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നോ താമസിക്കാൻ? മിനറൽ വാട്ടർ കിട്ടിയായിരുന്നോ കുടിക്കാൻ? ഇല്ലേ? നമ്മുടെ പിള്ളേർ വല്ലതും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് വല്ല മിഷൻ ഫീൽഡ് ഞങ്ങളുടെ കൂടെ കാണാൻ ആരെങ്കിലും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ഹനാനിക്ക് അവിടെ മിനറൽ വാട്ടർ കിട്ടിയൊന്നും അല്ല, അതോ അവൻ്റെ കസിന് എന്തോ പറ്റിയെന്നുള്ളതല്ല, അവൻ്റെ സഹോദരൻ എന്തോ പറ്റിയെന്നുള്ളതല്ല. അവൻ ഓടി വന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ്? അവിടെ ചോദിക്കുന്നത്, ഞാൻ അവരോട് പ്രവാസത്തിന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും ചോദിച്ചു. അവൻ്റെ കൺസേൺ അതാണ്. അവൻ്റെ സഭയാണ് അവൻ്റെ കൺസേൺ. അവൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ മറ്റൊന്നുമില്ല. ഈ നെഹമയ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് ഓഫ് യാഹോവേ, യഹോവയുടെ ആശ്വാസം. ഓഫ് എന്നുള്ളത് ഹീബ്രു ഭാഷയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് ശരിക്കും വരുന്നില്ല. യഹോവയുടെ ആശ്വാസം, യഹോവയാലുള്ള ആശ്വാസം എന്നൊക്കെ ആകാം, യഹോവയുടെ ആശ്വാസം. പക്ഷേ ഈ നെഹമയായുടെ അപ്പൻ്റെ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത്. ഹകലയ എന്ന് പറയുന്നൊരു വാക്കാണ്. ഈ ഹകലയ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ഞാനൊരു ചെറിയ സ്റ്റഡി നടത്തി നോക്കി. നെഹമയാവ് ഉണ്ടാകുന്നതിന് അത്ഭുതമില്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹകല്യ എന്ന വാക്കിൻ്റെ ശരിക്കുമുള്ള അർത്ഥം ഹൂസ് ഐസ് യാഹ്വേ എൻലിവൻസ് എന്നാണ്. കണ്ണുകളിൽ യഹോവ കത്തി നിൽക്കുന്നവെന്നാണ്. അതായത് ഇരുട്ടിൽ ഒരാളുടെ കണ്ണ് എങ്ങനെ പ്രകാശിക്കും, അതാണ് ആ വാക്കിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഇരുട്ടിൽ ഒരാളുടെ കണ്ണ്, നമ്മളിപ്പോൾ നടന്നു വരുമ്പോഴത്തേക്ക് കണ്ണുകൾ പ്രകാശിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഹകലയാ എന്ന് പറയുന്നത് അവൻ്റെ കണ്ണുകൾക്ക് തിളക്കം കൊടുക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, യാഹ്വേ. യഹോവയല്ലാതെ ഒന്നും അവൻ്റെ കണ്ണുകൾക്ക് പ്രകാശം കൊടുക്കുന്നില്ല. ഇരുട്ടിൽ അവൻ നടന്നു വരുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് തിളക്കം എന്താണ്? യാഹ്വേ. ലോകത്തിലെ ഒന്നും കണ്ടിട്ട് അവൻ്റെ കണ്ണ് തിളങ്ങത്തില്ല. നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടു, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുമ്പോൾ ഓരോ പുതിയ പ്രോഡക്റ്റ് കാണുമ്പോൾ അയ്യോ ഇതെന്തുവാ, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ അല്ലേ? അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണങ്ങ് തിളങ്ങുകയാണ്. ഒരു പുതിയ ഡ്രസ്സ് കാണുമ്പോൾ, ഒരു പുതിയ ഫാഷൻ കാണുമ്പോൾ, ഒരു പുതിയ ചുരിദാർ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ പടം കാണുമ്പോൾ, എനി കൈൻഡ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് തിങ്സ്, നമ്മളുടെ കണ്ണുകളെ തിളക്കുന്നതായ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കാശ് കാണുമ്പോൾ, പാസ്ബുക്കോ അല്ലെങ്കിൽ പോട്ടെ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ, അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഒരു ദിവസം പണം കൂടുമ്പോൾ, അതല്ലെങ്കിൽ റബ്ബറിന് വില കൂടുമ്പോൾ, അപ്പോൾ നമ്മുടെയൊക്കെ കണ്ണുകൾക്ക് തിളക്കം നൽകുന്നത് എന്താണ്? ഹകലയാവിൻ്റെ കണ്ണുകൾക്ക് തിളക്കം നൽകിയത് യഹോവയായിരുന്നു. ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ എൻ്റെ കണ്ണങ്ങ് തിളങ്ങുകയല്ല, സെക്രട്ടറി ആകുമ്പോൾ കണ്ണ് തിളങ്ങുകയല്ല, എനിക്ക് ആരെങ്കിലും ഒരു ലംസം എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് തിളങ്ങുകയല്ല, എനിക്കൊരു പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക്, ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് തിളങ്ങുകയല്ല. ഹകല്യാവിൻ്റെ കണ്ണുകളിൽ ഒറ്റ കാര്യം മാത്രമേ തിളക്കം ഉണ്ടാകത്തുണ്ടായിരുന്നുള്ളൂ, യഹോവയെ കാണുമ്പോൾ. ഹല്ലേലൂയ. സ്വർഗീയമായതിനെ കാണുമ്പോൾ, ദൈവികതയെ കാണുമ്പോൾ. അങ്ങനെ ഒരു ഹകല്യാവിന് നെഹമയാവ് പോലൊരു മോൻ ഉണ്ടായില്ലെങ്കിൽ
അത്ഭുതമുള്ളൂ. അങ്ങനെ ഒരു ഹഗല്യാവിനെ, നെഹമ്യാവിനെ പോലൊരു മകന് ജന്മം കൊടുക്കാൻ കഴിയുകയുമുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ തലമുറ നമ്മൾ എന്തിൽ സന്തോഷിക്കുന്നോ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തിൽ ആശ്വാസം കണ്ടെത്തുന്നു, എന്തിൽ സന്തോഷിക്കുന്നു. പെന്തക്കോസ്തുകാരൻ്റെ മറ്റൊരു പ്രശ്നം പലപ്പോഴും ആലോചിച്ച് നോക്കി, നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം കേട്ടിട്ട് നമ്മൾ എത്ര കാലമായി? കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ ഇന്നിപ്പോൾ നമ്മൾ ആകെപ്പാടെ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഏറ്റവും ഒടുവിൽ ആമേൻ കർത്താവായ യേശുവേ കണ്ണു തിരുമ്മിയാണ് പറയുന്നത്, വേഗം വരണമേ. ഒന്നും ആലോചിക്കുന്നില്ല, വരണമെന്നുള്ള ആഗ്രഹം ഒന്നുമല്ല. നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്കില്ല. നമ്മുടെ സഭയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. റെസ്റ്റോർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ ആളുകളല്ല, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. ദൈവം നിത്യത നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നെഹമ്യാവിനെ പോലെ ഒരു തലമുറ, സ്വന്തം മക്കളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, എനിക്കൊരു പിന്തുടർച്ച എന്ന് പറയുന്നത് നെഹമ്യാവിനെ പോലെ ഒരു വ്യക്തി ഉണ്ടാകണമെങ്കിൽ നിത്യതയുടെ ദർശനത്തിൽ ഞാൻ ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ. ഇവിടെ പണം ഉണ്ടാക്കാനും പദവി നേടിയെടുക്കാനും പൊസഷൻസിനും വേണ്ടി നടക്കുകയാണെങ്കിൽ എന്നെ അനുഗമിക്കുന്ന ആരും അതിൻ്റെ പിന്നാലെ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് തിളക്കം കൊടുക്കുന്നത് യഹോവ മാത്രമായ ഒരവസ്ഥ നമുക്കായിരിക്കണം. അങ്ങനെയുള്ള ഹഗല്യാവിൻ്റെ മകൻ എല്ലാ സുഖസൗകര്യങ്ങളുടെ മധ്യേ വസിച്ചപ്പോഴും ജെറുസലേമിൽ നിന്ന് സഹോദരന്മാർ വന്നെന്ന് കണ്ടപ്പോൾ ഓടിച്ചെന്നിട്ട് ചോദിക്കുക, എങ്ങനെയുണ്ട് അവിടെയുള്ള ആളുകൾ? കാര്യം അവൻ്റെ ഹൃദയത്തിൽ എല്ലാത്തിലും വലുതെന്താണ്? യെരൂശലേമാണ്. എല്ലാത്തിലും വലുത് അവൻ്റെ സഭയാണ്. എല്ലാത്തിലും വലുത് ദൈവികതയാണ്. 137 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 137 സങ്കീർത്തനത്തിൽ നമ്മൾ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ വി സാറ്റ് ഡൗൺ, നമ്മൾ ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളെ ബദ്ധരാക്കി പിടിച്ചുകൊണ്ട് പോയവർ, ഞങ്ങൾ കിന്നരങ്ങളെ അരവൃക്ഷത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്, ഞങ്ങളെ ബദ്ധരായി പിടിച്ചുകൊണ്ട് പോയവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നേ? എടാ, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്ത് കഷ്ടതയിൽ അവിടെ താമസിക്കുന്നത്, നിനക്ക് ഇത്രയും നല്ല ജോലി കിട്ടിയില്ലേ? നിനക്ക് ഇത്രയും നല്ല ശമ്പളം കിട്ടുന്നില്ലേ? നിനക്ക് ഇത്രയും നല്ല പദവികൾ കിട്ടുന്നില്ലേ? നീ ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ച കാറ് നിന്റെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ലാത്ത കാറല്ലേ? പിന്നെ നീ എന്തിനാ ഇവിടെ നിന്ന് കരയുന്നേ? അവർ പറയാ, നിങ്ങളൊരു പാട്ട് പാടാം, നിങ്ങൾ സിയോൻ ഗീതങ്ങളിലൊന്ന് പാടുവിൻ. ഇതതിൻ്റെ പശ്ചാത്തലം ഇതാണ്. 137 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. അവർ പറയുന്നു, നിങ്ങൾ എന്തിന് കരയുന്നു? നിങ്ങൾ കരയേണ്ട കാര്യമില്ല. നിങ്ങൾ കരയാൻ ഞങ്ങളൊരു കാരണവും കാണുന്നില്ല. കാരണം ഞങ്ങൾ നോക്കുമ്പോൾ നാട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട നിലയിലാണ് നിങ്ങൾ കഴിയുന്നത്. ഇപ്പം ഇപ്പോഴത്തെ റിസഷൻ്റെ ഒരു സമയം പോട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ അമേരിക്കയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ട്, എൻ്റെ ദൈവമേ നീ എന്നെ ഇവിടെ കൊണ്ടാക്കിയല്ലോ, എന്തോ കാര്യത്തിന് എന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കരയുമോ? നമ്മുടെ ആളുകൾ കരയുമോ? ഇല്ലല്ലോ. അവരവിടെ എന്ത് ചെയ്യുകയാണ്? അവർ ദേ ആർ സിംഗിങ് സോങ്സ് ഇല്ലേ? എന്നാൽ നമ്മളെക്കാൾ ആത്മീകരായിരുന്നു ഈ യഹൂദന്മാരായ ആളുകൾ. അവർ ബാബേൽ നദിയുടെ തീരത്തിരുന്ന് കരയുക. അവരോട് നമ്മളാണ് സ്തോത്രപ്രാർത്ഥന നടത്തിയേനെയും അവർ വിലാപഗീതം പാടുകയാണ്. ബാബേൽ നദിയുടെ തീരത്ത് ഒരു വിലാപഗീതത്തിൽ അവർ പറയുന്ന വാക്കെന്താണെന്നറിയാമോ? യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നതെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. ഇന്ന് രാത്രി എൻ്റെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മളെ ത്രസിപ്പിക്കുന്നത് എന്താണ്, നമ്മളുടെ കണ്ണുകൾക്ക് തിളക്കം നൽകുന്നത് എന്താണ്? ഇസ്രായേൽ മക്കൾ അവിടെ കൂടിയിട്ട് പറയുകയാണ്, ഞാൻ യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ, ഇഫ് ഐ ഡു നോട്ട് കൺസിഡർ ജെറൂസലേം ബെറ്റർ ദാൻ മൈ ചീഫസ്റ്റ് ജോയ്, എൻ്റെ എല്ലാ സന്തോഷത്തെക്കാളും, എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാളും അധികം ഞാൻ യെരൂശലേമിൽ സന്തോഷം കണ്ടെത്തുന്നില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ വലം കൈ മറന്നു പോകട്ടെ, എൻ്റെ കണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. ഭൂമിയിലെ ഏത് സമ്പത്തിനേക്കാളും ഏത് വലിയ പദവിയേക്കാളും സ്വർഗത്തിൻ്റെ ദർശനം എന്നെ ത്രസിപ്പിക്കുന്നില്ലെങ്കിൽ എൻ്റെ കണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. എൻ്റെ സഭയും എൻ്റെ ആത്മീയതയും എൻ്റെ സഹോദരങ്ങളുടെ ആത്മീയതയും എൻ്റെ കൺസേൺ ആകുന്നില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തെ അത് വേദനിപ്പിക്കുന്നില്ലെങ്കിൽ, അതിനെ മറന്നിട്ട് ശൂഷൻ രാജധാനിയിലെ സൗകര്യങ്ങൾ എന്നെ തകർക്കുന്നുവെങ്കിൽ, മൈ ലൈഫ് ഇസ് എ ഡിസാസ്റ്റർ. എൻ്റെ ജീവിതം ഒരു ഡിസാസ്റ്ററാണ്, ഒരു ദുരന്തമാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു $3 വർത്ത് ഗാഡ് എന്ന നിലയിൽ നിങ്ങൾ ദൈവത്തെ കാണുന്നെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതല്ല. കർത്താവേ, എന്നെ എക്സ്പ്ലോഡ് ചെയ്യണേ, എന്നെ ട്രാൻസ്ഫോം ചെയ്യണമേ,
എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ വ്യത്യാസപ്പെടുത്തണമേ, എന്നെ തകർക്കണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ സന്ദേശം. സമാശ്വസിപ്പിക്കുന്ന ചില വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നതല്ല, പലപ്പോഴും അത് നിങ്ങളെ കീറിമുറിക്കുന്നതും തകർക്കുന്നതുമാണ്. കർത്താവെ, നിന്റെ നീരസത്തിൻ്റെ ലോകത്ത് നിന്ന് നിന്റെ പ്രസാദത്തിൻ്റെ ലോകത്തേക്ക് എന്നെ മാറ്റിപ്പാർപ്പിക്കണമേ എന്ന് പറയുന്നവർക്കുള്ളതാണ് വാസ്തവത്തിലെ സന്ദേശം. നെഹമ്യായുടെ ജീവിതത്തിൽ അവനെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവൻ്റെ സ്പിരിച്വാലിറ്റി പോലും അവന് മതിയായതായിരുന്നില്ല. അവൻ പറഞ്ഞു,